evening. Good evening. Good evening, sir. Good evening. Good evening, sir. Good evening, sir. Good evening, Good evening, sir. Good evening to you. Good evening, everybody. Good evening. ഇന്നത്തെ ക്ലാസ് സെക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി ആണ്. ഇതിനകത്ത് കുട്ടികൾ ആരും ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവോ? Yes, sir. Yes, sir. അതുപോലെ വീട്ടിലിരുന്ന് കാണുന്നവരാണെങ്കിൽ പിന്നെ കപ്പിള് കാണുന്നത് നല്ലതാണ്, പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് എൻഗേജ് ചെയ്യിക്കുക അവരെ. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ, ഞാനൊരു 2-3 മിനിറ്റ് തരാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ ചോദ്യങ്ങളും കൂടെ കവർ ചെയ്തുകൊണ്ട് അത് വളരെ സാധാരണ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. സെക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ സെക്സിനെ പാപമായിട്ട് കാണുന്നു, സെക്സ് ഓർഗൻസിനെ പൊള്യൂട്ടഡ് ആയിട്ട് കാണുന്നു. ആക്ച്വലി നമ്മുടെ വായയെക്കുറിച്ച് പറയുമ്പോഴും കണ്ണിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്ന അല്ല അതിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ ആ പരിസ്ഥിതി കൊടുക്കേണ്ട ഒരു അവയവമാണ് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം നേരത്തേക്കും. സാർ, എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മൾ ഒരു പ്രത്യേക ഒരു മിഷനുമായിട്ട് മുന്നേറുമ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ്, ഏതെങ്കിലും ഐഡിയ ആയിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ബിസിനസ് വാട്ടർ മെബീറ്റീസ്, നമ്മൾ സെക്സ് ഒഴിവാക്കണം അല്ലെങ്കിൽ അതിന്റെ എനർജി നമ്മൾ കൂടുതൽ നമ്മുടെ ആ ഒരു മിഷനിലേക്ക് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറയാറുണ്ടല്ലോ. അതിനൊരു കാരണം എന്തായിരിക്കും സാർ? ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യാതെ. അടുത്ത ചോദ്യം. സെലിബസി മെന്റൽ പവർ കൂട്ടും അല്ലെങ്കിൽ ആബ്സ്റ്റിനൻസ് ഫ്രം സെക്സ്, അത് മെന്റൽ പവർ കൂടുതൽ ഷാർപ്പനാക്കാനോ ഇല്ലെങ്കിൽ ഈവൻ മെന്റൽ പവർ ഓർ ഈവൻ ഫിസിക്കൽ പവർ ഡസ് ഇറ്റ് ഇൻക്രീസസ്? തികച്ചും അബദ്ധമാണത്. പൂർണ്ണമായും തെറ്റായ ഒരു വിചാരമാണ്. സെലിബസി നമ്മുടെ മെന്റൽ പവർ കൂട്ടുന്നു എന്നുള്ളത്. പ്രാചീന ആചാര്യന്മാരെല്ലാവരും കല്യാണം കഴിച്ചവരായിരുന്നു. വിശ്വാമിത്രനെ എടുത്താലും വസിഷ്ഠനെ എടുത്താലും എല്ലാവരും തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളവർ. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സത്യവുമില്ല. പിന്നെ പഠിക്കുന്ന കുട്ടികൾ 12 വയസ്സ് മുതൽ 24 വയസ്സ് വരെ 12 years ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ബ്രഹ്മചാരി ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ബ്രഹ്മചാരി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്ന ആളെന്നുള്ളതാണ്. ഓക്കെ, അതല്ലാതെ ഈ സെക്സിനെതിരായിട്ട് ഹിന്ദു ടെക്സ്റ്റിൽ ഒരിടത്തും പറയുന്നില്ല. ആർക്കെങ്കിലും അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് റെഫർ ചെയ്തിരുന്ന നന്നായി. ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഉണ്ടോ? ചോദിച്ചോളൂ. 3 more questions. സാറേ, ആ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലെ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ ഒന്ന് വിവരിച്ചു തരണം. ഓക്കെ, അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന ആ ഒരു ശരിക്കും പറഞ്ഞാല് ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർകോഴ്സ് അല്ല. സെക്സിൽ നിന്നാണ് നമുക്ക് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത്, നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നത്, സ്പോർട്സിൽ വിജയിക്കുന്നത്. വിജയം കൈവരിക്കാനുള്ള ഏത് ഏർജും സെക്സിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. നല്ല കവിത എഴുതുന്നത് എല്ലാം സെക്സിന്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പൊ അതിനകത്ത് നമ്മള് സെക്സിന്റെ ഏറ്റവും ലോവസ്റ്റ് മാനിഫെസ്റ്റേഷനാണ് ഈ ഫിസിക്കൽ ഇന്റർകോഴ്സ്. അതും ജീവികളെ പോലെ ആയിത്തീരുന്നത്. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പരിണാമം എന്നാണ്. സെക്ഷുവൽ എനർജി നമുക്ക് വിജയത്തിനുള്ള പരിണാമമായി തീരും എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു 45-50 വയസ്സിലേക്കാണ് പലർക്കും. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. സർ, ഇബ്രാഹിം ആണ്. സാറേ, ഇതിന്റെ ഒരു ടൈം, അതായത് ഞാൻ പുസ്തകത്തിൽ വായിച്ചാണ്, ഇത് ഏർലി മോർണിംഗ് സെക്സ്, ഇറ്റ്സ് നല്ല ആ ദിവസം മുഴുവൻ നല്ല എനർജിയാണ്. അത് എത്രത്തോളം ശരിയാണ് സാർ? ആ ഒരു പരിധി വരെ ശരിയാണ്. തന്നെയല്ല, ഏറ്റവും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയം കൂടെയാണ്. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കുന്ന സമയം, സ്ട്രെസ് ഇല്ലാതിരിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ സമയത്ത്. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ സാറേ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സെക്സിനെ പറ്റി ഒരു എഡ്യൂക്കേഷനും കാര്യമായിട്ട് എവിടെയും പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അതിനുള്ളൊരു സാഹചര്യം സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഉണ്ടാകുന്നില്ല. അപ്പൊ മാതാപിതാക്കൾക്ക് ഏത് ഏജ് മുതൽ കുട്ടികളോട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങാൻ പറ്റും?
ഒരു ആപ്റ്റ് ആയിട്ടുള്ള അവരുടെ ഏജ് ഏതാണെന്ന്? ഒരു 8 വയസ്സ് മുതലൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒരു തെറ്റുമില്ല അതിനകത്ത്. നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും നന്നായിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. സാറേ, അത് എത്ര വയസ്സ് വരെ പറയണമെന്ന് കൂടിയുണ്ടോ? അങ്ങനെ ഉണ്ടോ നമ്മൾ അവരോട്? ഇല്ല, നമ്മള് പിന്നെ കുട്ടികളെ മേജർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഫ്രണ്ട്സിനെ പോലെ അത് പറയുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു തെറ്റുമില്ല. അത് നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഇപ്പൊ ഈ മുമ്പേ ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ, ഈ വിദ്യാഭ്യാസത്തിൽ എന്താണ് നമുക്ക്, ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്ന ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മിനിമം നമുക്കൊരു 6 വീക്കെൻഡ്സ് എങ്കിലും വേണം. 6 വീക്കെൻഡ്സിലെ നമ്മളിത് ഏതാണ്ട് സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം നല്ല റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത് 3 മാസം കൊണ്ടൊക്കെ അത് പുറത്തു വരുമായിരിക്കും. അതിന്റെ ബാക്കി ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തേക്കുവാണ്, പടം വരയ്ക്കാനും ഒക്കെ ഉള്ളതായിട്ട് കൊടുത്തേക്കുവാണ്. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് വായിക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അപ്പൊ ഈ സെക്സിനെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇപ്പൊ മുമ്പേ ചോദിച്ചൊരു ചോദ്യമാണ്, സെക്സിനെ കുറിച്ച് അരുതാത്തതാണെന്നുള്ള അഭിപ്രായം എന്നാണ് വന്നിട്ടുള്ളത്? സ്വിച്ചനെ വിളിച്ച് ഞാൻ പറഞ്ഞു, എന്നെ വിളിച്ച് അവിടെ കരയുക മാത്രമേ ചെയ്യുന്നേ, ഒന്നും എന്നാന്ന് ചോദിച്ചിട്ടൊന്നും വേണ്ടിയില്ല. ആരുടെ ടെലിഫോൺ കോൾ കയറി വരുന്നു. സാർ, ഒരു ചോദ്യം. ഹലോ, ചോദിച്ചോളൂ സാർ. ഈ ഒരു ക്രിസ്തീയ പുരോഹിതരിൽ ഒരു വിഭാഗക്കാർക്ക് ഈ സെക്സ് റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ടല്ലേ ഒരു വളരെ കൂടുതലായിട്ട് ഇതിന് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ സെക്സിന് ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നതും ഒരു പ്രശ്നം തന്നെയല്ലേ? ഓക്കെ, ഞാൻ അതിനെ കുറിച്ച് പറയാം. അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു ചോദ്യം കൂടെ ചോദിച്ചോളൂ. ഈ കുണ്ടലിനി എനർജിയും ഈ സെക്ഷൽ എനർജിയായിട്ട് ബന്ധമുണ്ടോ? ഇത് രണ്ടും സെയിം ആണോ? ആക്ച്വലി കുണ്ടലിനി എന്ന് പറയുന്നത് ഒരു ലെവൽ ഓഫ് അവയർനെസ് ആണ്. നമ്മുടെ അവയർനെസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് കുണ്ടലിനി ശക്തി മുകളിലോട്ട് ഉയരുന്നു എന്ന് പറയുന്നത്. കുണ്ടലിനിയുടെ ഏറ്റവും ബേസിക് ലെവലിൽ നിന്നും എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസിന്റെ ലെവലിൽ നിന്നും ഇല്ല സർവൈവലിന്റെ ലെവലിൽ നിന്നും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നസ്സിലേക്ക് നമ്മൾ കടന്നു എന്നുള്ളതിനാണ് ഈ നമുക്ക് സഹസ്രാര ചക്രത്തിൽ അത് എത്തി എന്ന് പറയപ്പെടുന്നത്. അത് അവയർനെസ് ആണ്. ഇറ്റ്സ് എ ലെവൽ ഓഫ് അവയർനെസ്. പിന്നീട് അത് ഞാൻ വളരെ വിശദമായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അതിന് പിന്നെ വലിയൊരു സിഗ്നിഫിക്കൻസ് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നില്ല. സർ, താന്ത്രിക് സെക്സിനെ കുറിച്ച് ഇന്ന് സംസാരിക്കുന്നുണ്ടോ? ഇന്ന് വേണ്ട, അത് കാരണം അത് വളരെ അഡ്വാൻസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കഴിഞ്ഞ ഒരു ദിവസം സംസാരിക്കണം. ശരി സർ, ശരി സർ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിൽക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതകാലത്തില് മൊത്തം സെക്സിനെ പറ്റി ചിന്തിക്കാതെ ഒരു മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ, സാധാരണ ഒരു മനുഷ്യൻ? ഓക്കെ, നല്ല ചോദ്യമാണ്. സാറേ, ചില മതവിഭാഗങ്ങളിൽ ചില പ്രത്യേക കാലയളവുകളിൽ ശാരീരിക ബന്ധം പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണ്? അതങ്ങനെ അടിച്ചമർത്തപ്പെട്ട് വെക്കേണ്ടതാണോ? അത് ദൈവം ഒരിക്കലും മനുഷ്യനോട് അങ്ങനെ ചെയ്യരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചില മതവിഭാഗങ്ങൾ വളരെ കർശനമായിട്ട് ഇങ്ങനെ പാടില്ല എന്ന് പറയുന്നത്? നല്ല ചോദ്യമാണ്. എവിടെയെങ്കിലും ബൈബിളിൽ ഏതെങ്കിലും ഭാഗത്ത് സെക്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതോ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതോ കാണിക്കാൻ പറ്റുമോ? നമ്മൾ അതിനെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ മുമ്പേ ചോദിച്ച ആ ഒരു സംഭവത്തിൽ വന്നതിന് ശേഷം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പറയാം. ഞാനപ്പോൾ ഇനി മ്യൂട്ട് ചെയ്യുകയാണ്. ഇത്രയും നമ്മുടെ ആൾക്കാരെല്ലാം വന്നു. നിങ്ങൾക്ക് ഇനിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കുറിച്ച് വെക്കാം. നെക്സ്റ്റ് വീക്ക് ഇതുപോലെ ആദ്യ പാർട്ടിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സെക്സുമായിട്ട് വളരെ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനകത്ത് ഒരു തെറ്റുമില്ല ചോദിക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ ഈ സെക്സിനെ കുറിച്ച് ആദ്യം ഒന്ന് പറയുന്നത്, നിങ്ങളുടെ സെക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ? യു നീഡ് ടു ഹാവ് ഗ്രാറ്റിറ്റ്യൂഡ് അബൌട്ട് യുവർ സെക്സ്. എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ ഒരാളിൽ 46 ക്രോമസോംസ് നമ്മുടെ ജനറ്റിക് ഇതായിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നോട്ട്സ് വേണേൽ കുറിക്കാൻ കേട്ടോ, കാരണം പിന്നീട് അത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. എന്ന് വെച്ചിട്ട് ഇന്റർനെറ്റിലൊക്കെ നോക്കാം. നിങ്ങളുടെ ഒരു സ്പേം, നിങ്ങളുടെ ഫാദറിന്റെ സ്പേം അവർ ശാരീരിക ബന്ധത്തിൽ ഇരുന്നപ്പം
അത് ഉള്ളിലേക്ക് ചെന്നപ്പം അമ്മയുടെ എഗ്ഗിനകത്ത് അന്ന് ഉണ്ടായിരുന്നത് എക്സ് ആണെങ്കിൽ ഫാദറിന്റെ പോയത് വൈ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് രണ്ടും കൂടെ സംയോജിക്കുമ്പോഴത്തേക്കും ഒരു മെയിൽ ചൈൽഡ് ആയിരിക്കും. അതിന്റെ ബേസിക്കലി 46 ക്രോമസോംസ് ഉണ്ടായി. ഒരിക്കൽ കൂടെ പറയാണ്. അപ്പൊ ഫാദറിന്റെ സ്പേമിൽ ഉണ്ടായിരുന്നത് വൈ ക്രോമസോം ആണെങ്കിൽ അമ്മയുടെ എഗ്ഗിൽ ഉണ്ടായിരുന്നത് എക്സ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കാണ് ഒരു മെയിൽ ഫീറ്റസിലേക്ക് സൈഗോട്ടായി അതിലൂടെ ഫീറ്റസിലേക്ക് പോകുന്നത്. അപ്പൊ എക്സ് വൈ ക്രോമസോംസ് ആണ് 46 എക്സ് വൈ ക്രോമസോംസ് ആണ് ഒരു പുരുഷൻ. അതിന്റെ കണക്ക് അങ്ങനെയാണ്. അതേസമയത്ത് ഈ ഫാദറിന്റെ സ്പേം അങ്ങോട്ട് ചെന്നപ്പം അതിനകത്ത് എക്സ് ആയിരുന്നു, മദറിന്റെ അകത്തും എക്സ് ആയിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എക്സ് എക്സ് ചേരുമ്പോഴത്തേക്കും പെൺകുട്ടിയായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആണാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഫാദറിൽ നിന്ന് പോയ സ്പേമിനകത്ത് സ്പേം എഗ്ഗിൽ ഫെർട്ടിലൈസ് ചെയ്തത് നിങ്ങൾ വൈ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആണായി തീർന്നത്. ഫാദറിന്റെ ഇതിനകത്ത് പോയത് എക്സ് ആയിരുന്നെങ്കിൽ നിങ്ങൾ പെണ്ണാകുമായിരുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കാണുന്ന ഒരു ദുരന്തമാണ് ഈ ട്രാൻസ്ജെൻഡറിനെയൊക്കെ കളിയാക്കുന്ന ഒരു സമൂഹം. നിങ്ങളുടെ ഇത് ചെന്നപ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ വൈ കൂടെ വന്നിരുന്നെങ്കിൽ, ഒരു ക്രോമസോം കൂടെ വന്നിരുന്നെങ്കിൽ നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ ആയി മാറുമായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് സഹായിച്ച ആ അവസരത്തിന് നമുക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് ചോദിച്ചാൽ അവരുടെ ആ ക്രോമസോമിൽ ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് വൈ വരുന്നത് എക്സ് വൈ ആണ് നമ്മുടെ ക്രോമസോം. പക്ഷെ അവർ കാണിക്കുന്നത് മുഴുവനും ഫീമെയിലിന്റെ ക്യാരക്ടർ അവരുടെ ബോഡിയിൽ വരുവാണ്. ഫീമെയിൽ ക്യാരക്ടർ വരുവാണ്, പക്ഷെ യഥാർത്ഥത്തിൽ ക്രോമസോം എക്സ് വൈ ആണ്. ഇവരാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആകുന്നത്. നേരെ തിരിച്ചും വരാം. അവരുടെ ഡബിൾ എക്സ് ആണ് അവരുടെ ക്രോമസോം, പക്ഷെ അവരുടെ ശരീരം കൊണ്ട് അവർ പുരുഷന്റെ ഇതൊക്കെ കാണിക്കുന്നത്. ഈ ഒരു ജനറ്റിക് ഡിഫക്ട്സ് ആണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ആകുന്നത്. അവർക്കും ഈ ലോകത്ത് ജീവിക്കണ്ടേ. അപ്പൊ ഒരു ചെറുതായിട്ടുള്ള നമ്മുടെ ആ ഒരു ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിത്തീരുന്നത്. പിന്നെ അത് കൂടാതെ ഡബിൾ എക്സ് ഡബിൾ വൈ എന്ന് പറയുന്ന ക്രോമസോം ഉണ്ട്, എക്സ് വൈ വൈ എന്ന് പറയുന്ന ക്രോമസോം ഉണ്ട്. ഇതൊക്കെ നമുക്ക് അബ്നോർമൽ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ നമുക്ക് വളരെ ഇതായിട്ട് എടുക്കാം. പിന്നെ ഫാദറിന്റെ പ്രത്യുൽപാദന സ്പേം അങ്ങോട്ട് ചെന്നപ്പം അതിനകത്തുണ്ടായിരുന്നത് വൈ ആയതുകൊണ്ട് നിങ്ങൾ ആണായി. ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോയത് എക്സ് ആയിരുന്നെങ്കിൽ നിങ്ങൾ പെണ്ണുമായിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ള ഇതാണ് നമ്മളുടെ സെക്സിന്റെ ബേസ്. ഇതിൽ നിന്നാണ് നമ്മൾ പുരുഷനോ സ്ത്രീയോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രാചീന മതങ്ങളെല്ലാം നമുക്ക് കേരളത്തിലൊക്കെ ഈ അമ്മത്തായ മരുമക്കത്തായ പിന്നെ മാട്രിയാർക്കൽ സൊസൈറ്റി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സൊസൈറ്റിയാണ്. നിങ്ങളെ പെരുന്തച്ഛന്റെ പടത്തിനകത്തൊക്കെ അത് കണ്ടു, എങ്ങനെയാണ് ആ സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പിന്നെ ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയും നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വേദകാലത്തേക്ക് ഇല്ലെങ്കിൽ ഒരു 2000-3000 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സെക്സ് എന്ന് പറയുന്നതും സെക്സുമായിട്ട് കണക്ട് ചെയ്തവരെല്ലാവരും ഹൈ എസ്റ്റീമിൽ സമൂഹം നോക്കിയിരുന്ന ഒരു കാലമാണ്. അതായത് അതുകൊണ്ടാണ് സെക്സിന് വലിയ വില ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്പലത്തിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ഹിന്ദു ഫിലോസഫി വെച്ച് നിൽക്കുമ്പോൾ ഞാൻ ദൈവമാണ്, കാരണം ഈശ്വരൻ്റെ ഒരു തുള്ളിയാണ് എന്നിലുള്ളത്. എൻ്റെ ഭാര്യയും ഈശ്വരൻ്റെ തുള്ളിയാണ്. അപ്പൊ ദൈവവും കൂടിച്ചേരുന്ന ഒരു സമയമാണ് സെക്സ് എന്ന് പറയുന്നത്. എത്ര യുണീക്കാണെന്ന് നോക്കിക്കേ. സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തെ എൻ്റെ ഉള്ളിലെ ദൈവം തിരിച്ചറിയുന്ന അവർ തമ്മിലുള്ളൊരു ആത്മാവിന്റെ സംയോജനമാണ് സെക്സ്. ഇതായിരുന്നു നമ്മളുടെ ഈ ഹിന്ദു ഫിലോസഫിയുടെ ബേസ്. ഇനി നമുക്ക് ക്രിസ്ത്യൻ എടുക്കാം. ക്രിസ്ത്യൻ ഫിലോസഫിയിൽ നമ്മളിപ്പം
ആദമിന്റെയും ഈവിന്റെയും കാലം മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുത്തെടുത്ത് പോരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചു പോരുമ്പോഴെല്ലാം സെക്സിനെ കുറിച്ച് വളരെ വളരെ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓണേഡ് ആയിട്ടുള്ള ഇത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് രണ്ട് ഫിലോസഫിയാണ്, 2 പേരുടെ എഴുത്തുകളിലാണ് സെക്സിന് എഗനിസ്റ്റ് ആയിട്ട് അത്രേ ഉണ്ടായിട്ടുള്ളൂ. അവർ 2 പേരും ക്രിസ്ത്യാനിറ്റിയിലെ അതികായകന്മാരാണ്. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ടും ഈ ജീസസ് ജീവിച്ചിരുന്ന സമയത്ത് ജീസസിനെ തള്ളിപ്പറയുകയും ജീസസിന്റെ മരണശേഷം ജീസസിനെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല എന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടി ജീസസിന്റെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് നടന്ന ആളാണ് സെയിന്റ് പോൾ. അപ്പൊ സെയിന്റ് പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ഇതെല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് അദ്ദേഹം ലെറ്റേഴ്സ് അയക്കും. അപ്പൊ ലെറ്റേഴ്സ് അയച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഈ കൊറിന്ത്യൻസിന് അയച്ചൊരു ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊറിന്ത്യൻസിന്റെ ആ ലെറ്ററിനകത്ത് പറയുന്ന അതിനകത്ത് അധ്യായമൊക്കെ എടുത്താ പറയുന്നത് 7-9 7-9 36, 37, 38 ഭാഗങ്ങളിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ഈവിളാണ്, വലിയ തിന്മയാണ്. അതുപോലെ തന്നെ മാരേജ്, ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്സ് നടത്താം, അത് പ്രത്യുൽപാദനത്തിന് മാത്രം, കല്യാണം കഴിച്ചതിന് ശേഷം നടത്തുന്നതിന് മാത്രമേ സിന്നില്ലാത്തതുള്ളൂ എന്ന് ആദ്യമായി ലോക ചരിത്രത്തിൽ ആദ്യമായി എഴുതി ചേർത്തത് സെയിന്റ് പോളാണ്. സെയിന്റ് പോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏർലി ആൻഡ് ഫാദർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പണ്ഡിതന്മാരായിരുന്നില്ല ജീസസിന്റെ ശിഷ്യന്മാരൊന്നും. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കെയിൻ ഗ്രീക്ക് എന്ന് പറയുന്ന സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന ഗ്രീക്കിലാണ് ഇദ്ദേഹം എഴുതുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് വളരെ ഓതന്റിസിറ്റിയോട് കൂടിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ കാലങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഒരു ഫിലോസഫി ഉണ്ടായതിന്റെ ഒരു പാർട്ട് സെയിന്റ് പോളിനാണ്. അപ്പൊ സെയിന്റ് പോളിന്റെ ഒരു സെക്ഷനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതായിരുന്നു. അപ്പൊ അത് പിന്നെ പ്രത്യേകിച്ച് പിന്നീട് വന്ന ആ ഒരു ക്രിസ്ത്യാനിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ ഈ ആക്ച്വലി ജീസസിന് ശേഷം 64 വർഷം കൂടെ ജീവിച്ചിരുന്നു സെയിന്റ് പോൾ. ജീസസിന്റെ കാലത്ത് സെയിന്റ് പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം 64 വർഷം കൂടെ ഏറെക്കുറെ 64 വർഷം കൂടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്താണ് ഇദ്ദേഹം ഏതാണ്ട് 50ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പറയുന്നത് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് കല്യാണത്തിന് ശേഷമുള്ള സെക്സ് മാത്രമേ പാപമല്ലാത്തതുള്ളൂ, അല്ലാത്ത സെക്സ് പാപമാണ് എന്ന് ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ പറഞ്ഞത് ഇദ്ദേഹമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സെക്സിനെ കുറിച്ച് പറയുന്നത് ഒരു അൾജീരിയൻ റോമൻ ഫിലോസഫർ ആയിരുന്ന തിയോളജിനൊക്കെ ആയിരുന്ന സെയിന്റ് അഗസ്റ്റിനാണ്. അപ്പൊ സെയിന്റ് അഗസ്റ്റിൻ പക്ഷെ അദ്ദേഹം ഇതുപോലെ സെക്സിനെ കുറിച്ച് സെക്സ് എൻജോയ് ചെയ്യരുത്, സെക്സ് പാപമാണ്, ഈവിൾ ആണത്, അതിന് അല്ലാതെ നമ്മൾ നടക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തിനകത്ത് നടക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പിന്നെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ മേഖലയിലേക്ക്, കാരണം ക്രിസ്തുവിന് ശേഷം ഒരു 4-4.5 നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് ഇദ്ദേഹം പറയുന്നത്, ആ കാലഘട്ടത്തിലാണ് ഈ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ക്രിസ്ത്യാനിറ്റി പടരുന്നത്. അപ്പൊ ആ സമയത്ത് ഏറ്റവും വലിയൊരു പിന്നെ സ്കോളർ എന്നായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന സെയിന്റ് അഗസ്റ്റിനെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഈ സെക്ഷൽ ഇമ്പൾസസിന്റെ സ്ലേവായി മാറരുത്. അപ്പൊ അദ്ദേഹം സ്വയം പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിന് ഇദ്ദേഹത്തിന്റെ ഈ എഴുത്തൊക്കെ വായിച്ച് ഇദ്ദേഹത്തിന്റെ ഫിലോസഫിയൊക്കെ വായിച്ചിട്ട് സെയിന്റ് ആന്റണിയെ പോലുള്ള ആൾക്കാരൊക്കെ ഹെർമിറ്റ് ആയിട്ട് മണലാരണ്യത്തിലൊക്കെ പോയി താമസിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതോടുകൂടിയാണ് ഈ ഒരു നമ്മുടെ ഒരു ഹെർമിറ്റേജ് അങ്ങനെയുള്ളൊരു സ്വഭാവം ക്രിസ്ത്യാനിറ്റി കൈവരിക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ എഴുത്തിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പക്ഷെ അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായ ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പുത്രൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന് കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയിലാണ് കുട്ടി ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടൊക്കെ അദ്ദേഹം അത് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും അതിനെതിരെ അദ്ദേഹത്തെ തന്നെ അല്ലെങ്കിൽ എഴുത്തിനെതിരെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായി. എങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി പടർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നത്, അതിനപ്പുറം ഇപ്പുറം ആൾക്കാർ ചിന്തിക്കുന്നില്ല. ആ സമയത്താണ്
ഇദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അദ്ദേഹം 4-ാം നൂറ്റാണ്ടാണ്, 4-5 നൂറ്റാണ്ടിലാണ് ഈ സംഭവം വരുന്നത്. അതിനുശേഷം നമുക്കൊരു 10 നൂറ്റാണ്ടോളം ആ ഒരു കാര്യം കൊണ്ടു നടന്നു. അപ്പൊ ഈ യൂറോപ്പിലേക്കുള്ള സ്ത്രീകള് ശരീരം കംപ്ലീറ്റ് മറയ്ക്കണമെന്നുള്ളതും ഈ ശരീരം പുറത്ത് കാണുന്നതൊക്കെ തിന്മയാണെന്നുള്ളതും അന്നത്തെ ഒരു 10-ാം നൂറ്റാണ്ടിലേക്ക് യൂറോപ്യൻ സ്ത്രീകളുടെ ഡ്രസ്സൊക്കെ എടുത്ത് കണ്ടാൽ മതി നിങ്ങൾ. ഡ്രസ്സ് ഇല്ലെങ്കിൽ അവരുടെ പിക്ചേഴ്സ്, വരയ്ക്കപ്പെട്ട പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരീരമൊക്കെ മറച്ച വലിയ ഗൗണുകളൊക്കെ ഇട്ടിട്ടാണ് ഇവര് ശരീരം തുറന്ന് കാണിക്കുന്നത്. എസ്റ്റി ലോഡർ എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു പാരീസ് ബേസ്ഡ് ലേഡി ഫാഷൻ കൊണ്ടുവന്നതിന് ശേഷമാണ് യൂറോപ്യൻ ശരീരം തുറന്ന് കാണിക്കാനായിട്ട് തുടങ്ങിയത്. മറ്റേത് അതിന് മുമ്പ് ശരീരം മുഴുവൻ പൊതിഞ്ഞൊരവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്യൂരിറ്റൻ ലൈഫിലേക്ക് ആൾക്കാർ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് 16-ാം നൂറ്റാണ്ടിലൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ തന്നെയല്ല, അവർ ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്കയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അങ്ങനെയുള്ള എല്ലാ ഭാഗത്തേക്കും അവർ പോവുകയൊക്കെ ചെയ്തു. അപ്പൊ ഈ കോളനൈസേഷൻ ഒക്കെ വന്നിങ്ങനെ വരുവാണ്, അമേരിക്കയിലേക്ക് പോയി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അന്നത്തെ ഈ പള്ളി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മള് കല്യാണത്തിനകത്ത് മാത്രമേ സെക്സ് നടത്താവൂ. ഇതാണ് സെയിന്റ് പോളിന്റെയും സെയിന്റ് അഗസ്റ്റിന്റെയും ഒരു ഫിലോസഫി. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അതിനു മുമ്പ് സെക്സിന് വളരെ പരിപാവനമായിട്ട് ഉണ്ടായ ഒരു ദൈവിക ശക്തിയാണ്. എൻ്റെ ഉള്ളിലെ ദൈവശക്തിയെ മറ്റൊരാളിന്റെ ദൈവശക്തിയായിട്ട് മേർജ് ചെയ്യുന്ന സമയമാണ് എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റ് സെക്സിനെ വലിയ ബഹുമാനത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന സൊസൈറ്റിയിലേക്ക് ഇവര് വന്ന് ആ വിശ്വാസം ഇവിടെ സൂപ്പർ ഇമ്പോസ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇവിടെ നിയമനിർമ്മാണങ്ങൾ നടന്നു. മെക്കാളെയൊക്കെ IPC ഒക്കെ എഴുതുന്ന കാലത്ത്, അപ്പൊ അന്നൊക്കെ ഈ നിയമങ്ങളുണ്ട്. നിയമങ്ങളുള്ളപ്പോഴെല്ലാം സെയിന്റ് അഗസ്റ്റിന്റെയും സെയിന്റ് പോളിന്റെയും നിയമങ്ങളായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യൻ സൊസൈറ്റിയുടെ നിയമങ്ങളല്ല, അത് പരിഷ്കൃത നിയമങ്ങളായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പോവുകയാണ്, പോയിട്ട് ആ ഒരു രീതി വരുവാണ്. അപ്പൊ അങ്ങനെ സെക്സ്, ഒരു ഓപ്പൺ സെക്സ്, പബ്ലിക് സെക്സ്, സെക്ഷൽ ടോക്ക്, ഇതെല്ലാം തെറ്റാണ്, മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്ത, അതിനെക്കുറിച്ച് ക്ലാസ്സുകളിൽ സംസാരിക്കരുത്, ടെക്സ്റ്റ് ബുക്കുകളിൽ പറയരുത്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നു നിൽക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർ തിരിച്ചുപോയി. ബ്രിട്ടീഷുകാർ തിരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും, ബ്രിട്ടീഷുകാർ തിരിച്ചു പോയെന്ന് തന്നെയല്ല, ഈ മീഡിയ, പ്രസ്, ടെലിവിഷൻ ഇതൊക്കെ അങ്ങോട്ട് കൂടി. പ്രസ്, റേഡിയോ, ടെലിവിഷനൊക്കെ അങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സെക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ സെയിന്റ് പോളിന്റെ കാഴ്ചപ്പാട് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടായിരുന്നു, ബൈബിളിന്റെ ജീസസിന്റെ കാഴ്ചപ്പാടായിരുന്നില്ല. സെയിന്റ് അഗസ്റ്റിന്റെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രിൻസിപ്പിളാണ്. അതിന് ഈ തലമുറകളായിട്ട് കടന്നു വന്ന സാധനമല്ല എന്നും പറഞ്ഞ് അതിനെ പൊളിച്ചടുക്കി നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് അപ്പൊ അതിനെ റിജക്റ്റ് ചെയ്തു. വെസ്റ്റേൺ സമൂഹം റിജക്റ്റ് ചെയ്തു. അതിന്റെ കൂടെ എസ്റ്റി ലോഡർ പോലുള്ള ഫാഷൻ കക്ഷികളൊക്കെ വന്ന് സ്ത്രീകളുടെ ശരീരം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എവിടെയും കൊണ്ടു നടക്കാം എന്നുള്ള രീതിയിൽ, അതിനുശേഷമാണ് ഈ ചെറിയ നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീകളൊക്കെ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെയല്ല, സ്ത്രീ സൗന്ദര്യം കുറച്ച് കാണണമെന്നുണ്ട്, അല്പം ക്ലീവേജും ഒക്കെ കണ്ടാലേ ആകുവോളം എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ വന്ന് എന്നെ സെക്സ് എന്ന് പറഞ്ഞ സെക്സിനെ എനിക്ക് അല്പം ഒന്ന് കാണിക്കുക എന്നുള്ളത് എൻ്റെ ജന്മാവകാശമാണെന്നുള്ളൊരു ചിന്താഗതിയിലൊക്കെ വന്ന് ലോകമങ്ങ് മാറി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യക്കകത്ത് മാറ്റം വന്നില്ല. ഇന്ത്യക്കകത്ത് നമ്മൾ എന്താണ്, മെക്കാളെ ഉണ്ടാക്കിയ IPCയും അതുപോലെ തന്നെ CRPCയും സീത ആക്ടും, സപ്രഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക്, ഇങ്ങനെയുള്ള സംഭവം നിയമമൊക്കെ ഇവിടെ നിലവിലിരുന്ന് പോകുന്നു. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരുടെ മനുഷ്യന്റെ എല്ലാം മനസ്സിൽ സെക്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പോകണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അത്യാവശ്യം. അത് എത്ര കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? നിയമം പറഞ്ഞേക്കുവാണ് മൂത്രം ഒഴിക്കരുത്, നിയമം പറഞ്ഞേക്കാണ് നിങ്ങൾ മൂത്രം ഒഴിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ മോഷൻ പാസ് ചെയ്യരുത്, ഒന്നിന് പോകരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാ ജീവികൾക്കും ഉള്ള എന്താണ്, ആഹാരം, ഉറക്കം, അടുത്തത് സെക്സ്, ഈ 3 കാര്യം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഊർജത്തിന്റെ സെക്ഷൽ എനർജിയുടെ റിലീസ് വരിക എന്ന് പറയുന്നത് ഒരു മൃഗതുല്യമായ ഇല്ലെങ്കിൽ ഒരു ജീവി തുല്യമായ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് പോലെയും വിസർജ്യങ്ങൾ നടത്തുന്നത് പോലെയും ഉള്ള ഒരു ഹങ്കറാണ്. ഹങ്കർ ഫോർ സെക്സ് നമുക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറിക്കാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചില റിസർച്ച് ഒക്കെ ചെയ്യാം. ഹങ്കർ ഫോർ സെക്സ് എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്നത് പോലെയും
വിസർജനം നടത്തുന്നത് പോലും തന്നെയുള്ള ഒരു കാര്യമാണ്. ആ കാലത്തേക്കാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്. അതിനെതിരെ നിയമങ്ങളും നടപ്പിലാക്കി. അത് പാവമായി തീർന്നു. പക്ഷെ അവരിവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ കിടന്നവര് മറ്റുള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്, ഓപ്പൺ ആക്കി പറയണമെന്നുണ്ട്. അതേപോലെ തന്നെ ഈ മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് സപ്രസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നതിന്റെ ഒരു പെർവേർഷനാണ് ഒളിഞ്ഞുനോട്ടം. ഈ ഒളിഞ്ഞുനോട്ടം, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് ഇത് പറയാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടുള്ള ഒരു സ്വഭാവ വൈകല്യമാണ്. അപ്പൊ നമ്മൾ അത് കൊണ്ടുവന്നു ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും എല്ലാം. ഇപ്പൊ നോക്കിക്കേ, ഒരാളെ വെട്ടി റോട്ടിൽ കൊന്നിട്ടേക്കെന്ന് പറയുന്ന പോലീസ് പോവില്ല. പിന്നെന്നുള്ളത് അത് അവരുടെ ജൂറിസ്ഡിക്ഷൻ ആണെന്നൊക്കെ അറിഞ്ഞ് അതിനെക്കുറിച്ച് ഒരു തീരുമാനമൊക്കെ ഉണ്ടായതിനു ശേഷമേ പോകത്തുള്ളൂ. പക്ഷെ ഒരു ഹോട്ടലിൽ ഒരു പെണ്ണും ചെറുക്കനോട് പോയെന്ന് പറഞ്ഞ് വിളിച്ചു പറയുവാണെങ്കിൽ, അവരെ കുറെ പേര് തടഞ്ഞു വെച്ചേക്കുവാന്ന് പറയുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസ് പോകും. അതെന്താ കാര്യം ഇരിക്കുന്നത്? അപ്പൊ അവിടെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊരു തെറ്റായ എന്താണ് എന്നുള്ള അവരുടെ മനസ്സിലുണ്ട്. അതോടൊപ്പം ഇതൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞ ഉടനെ തന്നെ അവിടെ ഓടിയെത്തുന്നതിന്റെ ഒക്കെ കാര്യം ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ക്രിസ്ത്യാനിറ്റിക്ക് അകത്തുള്ള, അത് ക്രിസ്ത്യാനിറ്റിയുടെ മൊത്തമായിട്ടുള്ള കുഴപ്പമല്ല, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത ആൾക്കാർ അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അതിന് നമ്മൾ ലോകത്തുണ്ടായ മാറ്റങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഇവരുടെ രണ്ട് ഫിലോസഫിക്ക് ഇപ്പൊ റെലവൻസ് ഇല്ല എന്നുള്ളത് വന്നതൊന്നും ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ക്രിസ്ത്യാനിറ്റിക്കകത്തോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്കും പിന്നെ ആദവും ഹവ്വയും അവരുടെ മക്കളിൽ നിന്ന് വീണ്ടും പ്രത്യുൽപാദനം നടക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നടക്കും ചോദ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വലിയ അറിയപ്പെടുന്ന ഒരു പാട്രിയാർക്കായ എബ്രഹാമിന്റെ നെവ്യൂ ആയിരുന്നു ലോത്ത്. നഗരം നശിപ്പിക്കുന്നതിന് മുമ്പ് നഗരം വിട്ടു പൊക്കോളാൻ പറഞ്ഞു. ഭാര്യയും എല്ലാം കൂടെ ഓടി പോവുകയാണ്. പോയ കൂട്ടത്തിൽ ഭാര്യ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഉപ്പ് തൂണായിപ്പോയി. 2 പെമ്മക്കളുമായിട്ട് മാത്രമാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പൊ ആ പെമ്മക്കള് പ്രത്യുൽപാദനത്തിന് വേണ്ടി ഇദ്ദേഹത്തിന് വീഞ്ഞു കൊടുത്ത് അതിലൂടെ അവര് ഗർഭം ധരിക്കുന്ന, അദ്ദേഹത്തിന് തോട്ടിനെ മാറ്റി എണ്ണ ചേർന്ന് അതിൽ നിന്ന് ഗർഭം ധരിക്കുന്ന ഒരു ഭാഗം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെയും സെക്ഷൽ മൊറാലിറ്റിയെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കും ബൈബിളിനോട് നല്ലൊരു ക്രിറ്റിസിസം വരുന്നത് ബാത്തഷേബയുടെ കഥയാണ്. അതായത് സോളമന്റെ മദർ മറ്റൊരു പിന്നെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്നു എന്ന് പറയുന്നത് സംഭവം. അപ്പൊ ഇങ്ങനെ നമുക്ക് അതിനകത്ത് തന്നെ അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ക്രിസ്ത്യാനിറ്റി, ഇത് കുറച്ച് കഥകൾ മാത്രമാണ്. അപ്പൊ ആ കഥകളെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ക്രിസ്ത്യൻ ഫിലോസഫിക്ക് മാറ്റം വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം അബ്സല്യൂട്ട് ആയിട്ട് എടുത്തേക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ഈ വൈരുദ്ധ്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് വരും. ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഹിന്ദു അവസ്ഥ പറഞ്ഞു. ഇസ്ലാം എടുക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു പുരുഷനെ അണചേരാവുന്നത് ഭാര്യ, കല്യാണം കഴിച്ച ഭാര്യ, രണ്ടാമതായി ആശ്രിതയായിട്ടുള്ള അയാളെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്ലേവ്. അപ്പൊ ഇവർ രണ്ടുപേരുമായിട്ടാണ് പെർമിസീവ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ എന്തുകൊണ്ട് വീണ്ടും രണ്ടാമത് കല്യാണം കഴിക്കാം, മൂന്നാമത് കല്യാണം കഴിക്കാം, നാലാമത് കല്യാണം കഴിക്കാം എന്ന് പറയപ്പെടുന്നത് അത് ആശ്രയം കൊടുക്കുന്നതിന്റെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ട്. ആശ്രയം കൊടുക്കുന്നതിന്റെ കാരണം സ്ത്രീകള് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അലയരുത്, അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നതാണ്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ എന്താണ് വെറുതെ കൊണ്ട് താമസിപ്പിക്കുന്നതിന് പകരം കല്യാണം കഴിച്ച് ആ വെഡ്ലോക്കിൽ തന്നെ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അംഗീകാരം കൊടുത്തുകൊണ്ട് കൂടെ താമസിപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമെന്നോ ഇല്ലെങ്കിൽ ഒരു സാമൂഹിക നീതി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അതിനകത്തൊരു അങ്ങനെ ഒരു ലിബർട്ടി ഉണ്ടെന്നുള്ളതല്ല അത് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഒരു പിന്നെ സാമൂഹിക സുരക്ഷിതത്വം ഒരു സ്ത്രീ അലഞ്ഞു നടക്കാതെ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട്. ഡിവോഴ്സ് ചെയ്യപ്പെട്ടതോ ഭർത്താവ് മരിക്കപ്പെട്ടു പോയ ഒരു സ്ത്രീനെ പിന്നെ ഇസ്ലാമിക് ഫെയ്ത്തിനകത്ത് കല്യാണം കഴിക്കുന്നതിനകത്ത് വേറെ തിന്മയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലും കുറവുള്ളതായിട്ട് സമൂഹം കണക്ക് കൂട്ടൊന്നുമില്ല. ഓക്കെ. അപ്പൊ അവിടെ ഈ ശരീരത്തിന്റെ ആവശ്യങ്ങളും ദൈവത്തിന്റെ
എന്താ സ്പിരിച്വാലിറ്റിയും കണക്ക് കൂട്ടി രണ്ടിന്റെ ഇടയ്ക്കോടെയാണ് ഇസ്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് റിലീജിയനുമായിട്ടുള്ള ഭാഗമാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കാമസൂത്രത്തെ കുറിച്ചുള്ള ഭാഗമാണ്. കാമസൂത്രത്തെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 2400 വർഷങ്ങൾക്ക് മുമ്പാണ് വാത്സ്യായനൻ എന്ന സ്കോളർ ഈ ഗ്രന്ഥം സംസ്കൃതത്തിൽ എഴുതി തീർത്തിരിക്കുന്നത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ചില ഗവേഷകര് 1800 വർഷങ്ങളെ ഉള്ളെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണേലും 1800നും 2400 വർഷങ്ങൾക്കും ഇടയ്ക്ക് എപ്പോഴോ ആണിത്. പക്ഷെ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ കാമസൂത്രത്തെ കുറിച്ച് ആൾക്കാർ പറയുമ്പോഴല്ല ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കുറച്ച് സെക്ഷൽ പൊസിഷൻസ് ആണ്. പക്ഷെ അതിൽ കൂടുതൽ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള പുസ്തകത്തിനകത്ത് അതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പിരിച്വാലിറ്റി ഇൻ സെക്ഷുവാലിറ്റി, ഈ സെക്സിനകത്തൊരു ആത്മീയതയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കാമസൂത്രയ്ക്കകത്ത് വളരെ, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് ഫീമെയിലിന്റെ ശരീരത്തിലുള്ളതും ഈശ്വരന്റെ പാർട്ടിക്കിളാണ്, ഗോഡാണ്. നമ്മുടെ ശരീരത്തിലുള്ളതും ഈശ്വരന്റെ പാർട്ടിക്കിളാണ്. അപ്പൊ ആ രണ്ട് എന്താണ് ഈശ്വരന്റെ പാർട്ടിക്കിൾസ് ഒന്നിച്ചു ചേരുന്നതിന്റെ ഒരു പ്രബലമായ ബലമാണ് ഇണചേരലിലൂടെ അല്ലെ സെക്സിലൂടെ കിട്ടുന്നത്. ഞാനിവിടെ പറഞ്ഞുകൊണ്ട് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലി സെക്ഷുവാലിറ്റി നമ്മൾ എടുത്തു വരുമ്പോഴത്തേക്ക് അതിനകത്ത് തിന്മയൊന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത്ര മാത്രമാണെന്ന് ഞാനത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എടുക്കുമ്പോഴത്തേക്കും ഈ കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് തോന്നുന്നൊരു 2-3 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുക്കാം സെക്സ് ആൻഡ് സൂപ്പർ കോൺഷ്യസ്നസ്. ഈ മെഡിറ്റേഷൻ സമയത്ത് പോലും നമുക്ക് വേറൊരു സൂപ്പർ കോൺഷ്യസിലൂടെ നമുക്ക് പോകുന്ന അവസരം ഉണ്ടാകാനായിട്ട് വളരെ റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ പ്രോപ്പറായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിക്കകത്തോടെ നമുക്ക് ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രീം നമ്മുടെ മെഡിറ്റേഷൻ എത്തുന്ന ആ ലെവലില് സെക്സിലൂടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും ഇന്ത്യൻ സിസ്റ്റം നമ്മൾ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന നമുക്ക് ഈ സ്ത്രീകൾക്ക് മോശം സ്ഥാനമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ദേവദാസി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒറിജിൻ ഓഫ് ദേവദാസിസ്, ആ കാലഘട്ടത്തിലുള്ള ദേവദാസി എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം അർഹിക്കുന്നതാണ്. 2500 നൂറ്റാണ്ട് മുമ്പൊക്കെ, അതായത് ബുദ്ധന്റെ കാലഘട്ടത്തിലൊക്കെയുള്ള ദേവദാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ അംഗീകാരം ഉണ്ടായിരുന്ന സ്ത്രീകളാണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ ചോള രാജാക്കന്മാര്, ചേര രാജാക്കന്മാരുടെയൊക്കെ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 7-ാം നൂറ്റാണ്ടിലൊക്കെയാണ് സൗത്ത് ഇന്ത്യയിലെ ദേവദാസി സിസ്റ്റം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഈ എല്ലാവർക്കും പണം ഉണ്ടാക്കാം, എല്ലാവർക്കും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാം എന്നുള്ള ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കാണ് ഇവര് മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയതും അവിടെ അതിന് എക്സ്പ്ലോയിറ്റേഷന്റെ ഭാഗമായിട്ട് പാവപ്പെട്ട വീട്ടുകളിലെ കുട്ടികളെ നിർബന്ധപൂർവ്വം കൊണ്ടുവന്ന് അമ്പലത്തിന് ദാനം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ വന്ന് അതിനെ ഇത് വന്നു. പക്ഷെ അതിനു മുമ്പ് ഒരു വലിയ പൊസിഷനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അപ്പൊ ഈ ഗാന്ധിജി പോലും പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് പറയുന്നത്. റിപ്പീറ്റ്, പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒഴുക്കുചാലുകളെ അല്ലെ ഓവുചാലുകളെ തന്നിലൂടെ കൊണ്ടുപോയി സമൂഹത്തിന് റിലീഫ്സ് കൊടുക്കുന്നതാണ്. കാരണം ഈ ഒരു പുരുഷൻ അവിടെ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ ഈ ടോയ്ലറ്റിൽ പോകുന്ന പോലുള്ള ആ ഒരു ഏർജ് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവനൊരു റിലീസ് കൊടുക്കുന്നതോടുകൂടി അവന്റെ അമ്മയുടെ അടുത്തോ സഹോദരിയുടെ അടുത്തോ മകളുടെ അടുത്തൊന്നും പോകാതെ സമൂഹത്തിലൊരു ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ മാടാകുമായിരുന്നു. ഇപ്പം നമുക്ക് കാമാട്ടിപുരം എന്നൊക്കെ പറയുന്ന മുംബൈക്കാരൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഉള്ള ഈ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന റെഡ് സ്ട്രീറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ മുംബൈ മാടായി പോകുമായിരുന്നു. ഈ ഡൽഹിയിലുള്ളതുപോലെ ആവാസങ്ങൾ മുംബൈയിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടൊരു വേദിയുണ്ട്. അപ്പൊ അവിടെ അവർ പൊക്കോളും. അപ്പൊ മറ്റുള്ളവരെ അത് ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് രണ്ടുപേർക്കും താല്പര്യത്തോട്. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ലേറ്റസ്റ്റ് വന്നു കഴിഞ്ഞപ്പം സുപ്രീം കോർട്ടിന്റെ വിധിയൊക്കെ വന്നു. ഇപ്പൊ നമുക്ക് ഉഭയകക്ഷി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഉഭയകക്ഷി കൺസെന്റോട് കൂടി ഒരു സ്ത്രീയും പുരുഷനും അവര് സെക്സിന് വേണ്ടിയിട്ട്
പിന്നെ എന്താണ് ഹോട്ടലിലോ ഇല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഫ്ലാറ്റിലോ പ്രൈവറ്റ് സ്ഥലത്ത് വെച്ച് അവർക്ക് ഈ പറഞ്ഞ പോലെ ശാരീരിക ബന്ധം പുലർത്തുന്നതിന് സമൂഹത്തിനോ പോലീസിനോ യാതൊരു വിധത്തിലുള്ള ജൂറിസ്ഡിക്ഷനും ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതി തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോലീസ് അതിൽ കയറി ഇടപെടുന്നത് തെറ്റാണ്. പോലീസിന് ഇടപെടാൻ പറ്റുന്നത് സ്ത്രീകളെ കൊണ്ടുവന്ന് വിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റൂ. അതൊരു കച്ചവട ചരക്കായിട്ട് ഒരാളിന്റെ കൺട്രോളിൽ വെച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നു എങ്കിൽ മാത്രമേ പോലീസിന് ഇടപെടാൻ പറ്റൂ എന്നുള്ളൊരു നിയമം ഏതാണ്ടൊക്കെ സെറ്റിലായി. അപ്പൊ ഇതുവരെ നമുക്ക് നടന്നുകൊണ്ടിരുന്ന ഒന്നും ശരിക്കും പറഞ്ഞ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞ അതൊന്നും ധാർമ്മികമായിട്ടോ നിയമാനുസരണമായിട്ടോ ശരിയല്ല. ഞാൻ തന്നെ പോലീസിന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ മറ്റേ ഈ പറഞ്ഞ ഒരു സ്ത്രീയും പുരുഷനെ നിങ്ങൾ കയറി റെയ്ഡ് ചെയ്ത് പിടിച്ച് അവരുടെ കൂടെ നിന്ന് നിർത്തി ഫോട്ടോ എടുപ്പിച്ച് നിങ്ങൾ പത്രത്തിൽ കൊടുക്കുക എന്നുള്ള അതിലും വലിയ നീചമായ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരാനില്ല. അത് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാരണം നമുക്കിത് പറയാനായിട്ടുള്ള തുറന്ന് പറയാനായിട്ടുള്ള അവകാശമുണ്ട്. അപ്പൊ എന്താണേലും പോലീസിലും നിയമത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള രീതിയിലേക്ക് പോവുകയാണ്. ഇനി ഞാൻ വരുന്ന കുറച്ച് ട്രെൻഡുകളിലേക്കൊക്കെ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ സെക്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ഉപയോഗപ്പെടുത്താൻ കഴിയുകയും എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ധാർമ്മികതയിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. ഇനി ഇതിന് ഇന്ത്യൻ സൊസൈറ്റി കൽപ്പിച്ചിരുന്നത് ഞാൻ പറഞ്ഞു ടെമ്പിളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെയൊക്കെ നമുക്ക് എന്താണ് ഇറോട്ടിക് ആയിട്ടുള്ള ഞാൻ പിന്നെ 8 വിധത്തിലുള്ള ലവിനെ കുറിച്ച് നേരത്തെ ക്ലാസ് എടുത്തിട്ടില്ല. അപ്പൊ അതിനകത്ത് ഇറോസ് എന്ന് പറയുന്ന ഒരു ഭാഗം. അപ്പൊ ഇറോസ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആ പിക്ചേഴ്സ് ക്ഷേത്രങ്ങളിലൊക്കെ വെച്ചിരിക്കുന്നത് അതൊരു പരിപാവനമായിട്ട് കണക്കുകൂട്ടിയിരുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി നമുക്കിനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പൊ സെക്സിനകത്ത് ഒരു തിന്മയില്ല. പിന്നെ തിന്മ വരുന്നൊരു സാഹചര്യം ഇവിടെ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്നതിനകത്തും വലിയ കഥയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാം, ആഹാരമില്ലാതെ ഒരു പെൺകുട്ടി, ആഹാരമില്ല ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതിരിക്കുന്ന ഒരു പെൺകുട്ടി ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് സെക്സിന് വഴങ്ങുക എന്ന് പറയുന്നത് അവളുടെ ഗതികേട് കൊണ്ടാണ്. അവിടെ കൺസെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് വലിയ കഥയില്ല. ഓക്കെ, കൺസെന്റ് എന്ന് പറയുന്നത് കൺസെൻഷ്യസ് ആയിട്ടുള്ള ആള് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എടുക്കാവുന്ന ഒരു സാധനം ധർമ്മമാണ്. ഇത് ധർമ്മമാണോ? നമുക്ക് ധർമ്മമാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പൊ ഇസ്ലാം പറയുന്ന പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഈ പർട്ടിക്കുലർ പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പിനകത്താണെങ്കിൽ ധർമ്മമല്ല ഇസ്ലാമിക് ഫെയ്ത്തിൽ. നമ്മുടെ ഇതിനകത്ത് എടുക്കുമ്പോഴത്തേക്കും എന്താണോ ധർമ്മം, ആ ധർമ്മം നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ ഒരാളിന്റെ സെക്ഷൽ ആക്ട് കൊണ്ട് അതിന്റെ എക്സ്പ്രഷനും കൊണ്ട് മറ്റുള്ള ആൾക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പോഴോ പിന്നീടോ എന്നോ ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ, തൽക്കാലത്തേക്ക് സുഖവും പിന്നീടാണെങ്കിലും ദുഃഖമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മമല്ല. ഈ ഹിന്ദു ധർമ്മം വെച്ചിട്ടാണ് ഹിന്ദുവിന്റെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. അപ്പൊ ആ ഫിലോസഫി എടുക്കുമ്പോഴത്തേക്കും ധർമ്മമല്ല. അപ്പൊ നമ്മൾ അധർമ്മമായതിനെ ചെയ്യരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ തമ്മിലുള്ള വേഴ്ചകളോ ശാരീരിക ബന്ധങ്ങളോ അതിനകത്ത് അധർമ്മമില്ല എന്ന് വേണം വിശ്വസിക്കാനായിട്ട്. കാരണം അവർക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് അവര്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരുപാട് ആൾക്കാര് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതായിരിക്കും. നമുക്കിനി ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു 20% പോകും. 2030 വരുമ്പോഴത്തേക്കും നമുക്കൊരു 40% ആൾക്കാർ മാരേജിന്റെ പുറത്ത് വരും. ഇന്ത്യൻ ആൻഡ് കേരള മെലിയിലാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ക്ലാസ്സിൽ വന്ന് നമ്മൾ തന്നെ നടത്തിയ ലൈഫ് ലൈനകത്ത് തന്നെ നടത്തിയ പഠനത്തിനകത്ത് പലപ്പോഴും ഡിവോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സ്ത്രീകളോട് ഞാൻ അവരുടെ മൈൻഡിനെ ന്യൂട്രലൈസ് ചെയ്യും. യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമോ യാതൊരു വിധത്തിലുള്ള ദേഷ്യമോ മനസ്സിൽ വെച്ചേക്കേണ്ട. കാരണം അയാൾ അങ്ങനെ പ്രോഗ്രാംഡ് ആണ്, അഡ്വേഴ്സ്ലി പ്രോഗ്രാംഡ് ആയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അയാളെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് അയാളോട് സിമ്പതി തോന്നുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയും മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഭർത്താവുമായിട്ട് കൂടുന്നതിനെ കുറിച്ചുള്ള ഭർത്താവുമായിട്ട് കൂട്ടുകാരും ആവും, വലിയ കമ്പനിയൊക്കെ ആവും, ടൂറൊക്കെ നടത്തും.
പക്ഷെ അത് കഴിഞ്ഞ് അവരോട് വീണ്ടും റീമാരേജോ അവർ ഒന്നിച്ച് ചേരുന്നതിനെ കുറിച്ച് പറയുമ്പം ഇവർ പറയുന്നറിയോ, അയ്യോ വേണ്ട സാറേ, ഫ്രീഡം കളയാൻ വയ്യ. ഒരു പുറത്തേക്കൊന്ന് പോണേ തന്നെ എത്ര പേരോട് ചോദിച്ചാലാണ് നമുക്ക്, പലരോട് ചോദിച്ചാലാണ് നമുക്ക് അനുവാദം വാങ്ങിക്കണം, എല്ലാത്തിനും അനുവാദം വാങ്ങിക്കണം. ഇവിടെ ആണെങ്കിൽ എനിക്ക് സ്വയം വരുമാനം ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അംഗീകാരമുണ്ട്, എനിക്ക് കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ ഇങ്ങനെ വേറൊരാളുടെ അംഗീകാരത്തിന് വേണ്ടി ഞാനൊരു അടിയാനെ പോലെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് വലുത് ഫ്രീഡം ആണെന്ന് തന്നെ പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ ഒരു 10 വർഷം മുമ്പ് പോലും നമ്മുടെ മൈൻഡ് മാസ്റ്ററിലൊക്കെ വന്ന ആൾക്കാർ ഭർത്താവുമായിട്ടൊക്കെ അതിന് മുമ്പ് പിണങ്ങി ഡിവോഴ്സൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം വലിയ കൂട്ടുകാരൊക്കെ ആയി. പിന്നെ ഭർത്താവിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ചെല്ലുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കുകയും ടൂർ നടത്തുകയൊക്കെ ചെയ്യും. മക്കളുമായിട്ടും കൂടെ ടൂറൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. ബട്ട് സ്റ്റിൽ എന്താണ്, മാരിറ്റൽ ലൈഫിലേക്ക് അവർക്ക് വരാൻ താല്പര്യമില്ല. ഈ ഒരു സംഭവം ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്തുണ്ട്. നമ്മളെന്താണ് ഒഴിമുറി എന്നാണ്ട് പറഞ്ഞ മലയാളത്തിലൊരു മൂവി നിങ്ങൾ കണ്ടു കാണും. ഇതേ ഒരു ഫിലോസഫിയിലെ തിരക്കഥ എഴുതിയതായിരിക്കും. എല്ലാം ആയിട്ടും വേണ്ടാന്ന് ഒഴിയുന്ന ഒരു സംഭവം. അപ്പം എന്ന് പറഞ്ഞതുപോലെ സ്ത്രീ ഇന്ന് കുറച്ചുകൂടെ ലിബറേഷൻ ആഗ്രഹിക്കുന്നു. അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം വേണം. ഞാൻ ഇനി ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അടുത്ത ഉണ്ടാകും. അപ്പോൾ ആ ഒരു കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഒരു ആമുഖമായിട്ട് ഞാൻ പറയാവുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ധർമ്മത്തിൽ അധിഷ്ഠിതമാക്കുവാണ്. അപ്പം മറ്റൊരാൾക്ക് വേദനയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ചീത്തപ്പേരോ അപകീർത്തിയോ ഉണ്ടാകുന്ന സെക്സ് അത് ധാർമ്മികമല്ല. അത് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതുകൊണ്ട് മറ്റേ ആളിന്, അപ്പോൾ അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഫ്രീ കൺസെൻറ്റ് ഇത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഡെഫിനിഷൻസൊക്കെ നമുക്ക് അടുത്ത ഇതിലൊക്കെ പറയാം. ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റും ഒക്കെ നമുക്ക് എടുക്കാം. ഇനി സെക്സിനകത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ മെഡിക്കൽ ഗ്രൗണ്ടിൽ എടുക്കുകയാണ്. മെഡിക്കൽ സൈഡിലൂടെ നമ്മൾ സെക്സിനെ കാണുമ്പോൾ സെക്സ് ഒരു വലിയ ഹീലറാണ്. വാട്ട്? സെക്സ് ഒരു വലിയ ഹീലറാണ്. ഹീലിംഗ് ഇമ്പാക്റ്റ് ഓഫ് ദ സെക്സ്. സെക്സ് ഒരു വലിയ ഡീസ്ട്രെസ്സറാണ്. ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അവരുടെ സ്ട്രെസ് ബസ്റ്റർ, സ്ട്രെസ് ഇല്ലാതാക്കാനായിട്ട് സെക്സ് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഡിപ്രഷൻസ് മാറാനായിട്ട് വളരെ വളരെ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെക്സ് ഉണ്ടെങ്കിൽ, നോർമലി സെക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മളിലേക്ക് ആ സമയത്ത് ഒന്നാമത്തെ കാര്യം ഒരുപാട് കാലറീസ് ബേൺ ചെയ്ത് പോകും. ശരീരത്തിൻ്റെ പല ഭാഗത്തും പെൽവിക് റീജിയനിലെല്ലാം എക്സസൈസ് കിട്ടുന്ന സമയം. ഇതിനൊക്കെ പുറമെ നമ്മളിലേക്ക് ഒരുപാട് പോസിറ്റീവ് ഹോർമോൺസ് ആൻഡ് ന്യൂറോ കെമിക്കൽസ് ഇതൊക്കെ നമുക്കുണ്ടായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം നിങ്ങൾക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചില ആൾക്കാർ സെക്സ് ഡിപ്രൈവ് ചെയ്തപ്പെട്ടുള്ള സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ഫേസൊക്കെ ഒരുമാതിരി ഡ്രൈ ആയി ഈ ചില മരത്തിൻ്റെയൊക്കെ പുറത്ത് നോക്കുന്നവരിക്കും. അതേസമയത്ത് അവർക്ക് ചില ആൾക്കാർക്ക് മുഖത്തിനൊരു തിളക്കവും കാന്തിയതയൊക്കെ കൊടുക്കുന്നത് അവരെ റെഗുലറായിട്ടുള്ള നോർമലായിട്ടുള്ള സെക്സാണ്. അപ്പോൾ ആ സെക്സിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും വേദങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ടിൽ സെക്സിന് ഒരിടത്തും എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളോടോ കുടുംബാംഗങ്ങളോടോ അശരണരായിട്ടുള്ളവരോടോ നമ്മൾ അവരെ സപ്രസ് ചെയ്തുകൊണ്ടുള്ള സെക്സ് ഈ കൂട്ടത്തിൽ വരുന്നില്ല. കൺസെൻ്റ് ഇല്ലാതെയോ ഒക്കെ വരുന്ന, അവരൊരു വിക്റ്റിമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സെക്സ് വരുന്നില്ല. പക്ഷേ മ്യൂച്വലി ധർമ്മമായിട്ട് നമുക്ക് പാലിക്കാതെ ധർമ്മമായിട്ട് എടുക്കാവുന്ന ആൾക്കാർ അങ്ങനെ രീതിയിലുള്ള സെക്സ്, ആ സെക്സ് എപ്പോഴും നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് വെൽനെസ് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് നമുക്കൊരു ലൈഫിന് ഒരർത്ഥം കൂടുതൽ നൽകുന്നുണ്ട്, ഒരുപാട് അർത്ഥം കൂടുതൽ നൽകുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു പുരുഷന് അവർ എപ്പോഴും സെക്സിന് ശേഷവും സെക്സിൻ്റെ കൂടെയും അവർക്ക് എത്രമാത്രം പരിലാളന കൊടുക്കുന്നു, അംഗീകാരം കൊടുക്കുന്നു, അക്സെപ്റ്റൻസ് കൊടുക്കുന്നു, ഇതാണ് അവരുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ പിക്ചർ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇണയോട് അവിടെ ധർമ്മമാണ്. നിങ്ങൾ ഭർത്താവാണെങ്കിൽ നിങ്ങൾക്ക് ഭാര്യയോട് കുറേ കടപ്പാടുകളുണ്ട്. നിങ്ങൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് പുരുഷനോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്. അപ്പോൾ കടപ്പാടുകളിനകത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും
ഞാനതൊക്കെ കുറെ കൂടെ വിശദമായിട്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോഴത്തേക്കും കഴിവതും കുട്ടികളെയൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമ്മൾ ചിലപ്പോൾ തുറന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവർക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കണമെന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു 2 ഈശ്വരന്മാർ ചേരുന്നതാണ് സെക്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു യൂണിയനാണ്. ഈ 2 ഈശ്വരന്മാർ ചേർന്ന് ഒന്നാകുന്നതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും ഒരു ഡിവോഷൻ, നമ്മളിപ്പോൾ ഒരു ഈശ്വരൻ്റെ പ്രതിമയെ എടുത്തു വെച്ചിട്ട് നമ്മൾ അതിന് പൂജ ചെയ്യുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുകയും ഡ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അതേപോലെ തന്നെ വേണം ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ശരീരത്തെ ഒരു വിഗ്രഹമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് ആ പൂജാവിധി പ്രകാരമുള്ള എല്ലാ കാര്യവും നിങ്ങൾ ആ വിഗ്രഹത്തിന് കൊടുക്കുന്നുണ്ടോ? നേരെ തിരിച്ച് നിങ്ങളൊരു പുരുഷനെ നിങ്ങൾ എടുത്തിട്ട് ഒരു പുരുഷൻ, നിങ്ങളുടെ ഇണയായിട്ടുള്ള പുരുഷൻ, ആ വിഗ്രഹത്തിന് വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള പൂജ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ആ പൂജ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളുടെ അജ്ഞത കൊണ്ട് ഒരുപാട് സ്ത്രീകൾ, എല്ലാവരും അല്ല, ഒരുപാട് സ്ത്രീകൾ വെറും ഒരു വഴങ്ങിക്കൊടുക്കലും മാത്രമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് 10-40 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ നിന്നിട്ട് അടുത്ത കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് പെട്ടെന്ന് ഡിവോഴ്സായി, 1 മാസത്തിനകത്ത് തന്നെ പോയി. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ഒരുപാട് കാലം ഇരുന്നാണ് കല്യാണം കഴിച്ചത്, അപ്പോൾ ഞാൻ ശവത്തിനോട് സെക്സ് ചെയ്യുന്ന പോലെയാണ് എൻ്റെ വൈഫിനോട് ഞാൻ സെക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഡെഡ് വുഡ് എന്ന് പറയുന്നത്, ഡെഡ് വുഡ് ഇൻ ദ ബെഡ് എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഡെഡ് വുഡ് ഇൻ ദ ബെഡ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചിട്ട തടിക്കഷ്ണം പോലെ കിടക്കുന്ന ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ മുമ്പേ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു എന്താണ് ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അകത്തുനിന്നുള്ളത് തന്നെയാണ്, ഹോർമോൺസിൻ്റെ അകത്താണ്. പക്ഷേ ഹോമോസെക്ഷുവാലിറ്റിയും അതിലൂടെ വരാം, ജനറ്റിക് ഇതുകൊണ്ട് വരാം. പക്ഷെ അതല്ലാതെ നമ്മുടെ ആദ്യത്തെ ഓറിയൻറ്റേഷനും കൊണ്ടുവരുന്ന ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്. സ്ത്രീകൾക്കാണേലും ഈ പറഞ്ഞ ഹോമോസെക്ഷുവാലിറ്റി വരുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അവരുടെ പ്രിഫറൻസസ് ഒക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ആ വിഗ്രഹത്തിന് വേണ്ടുന്ന പൂജയല്ല. അപ്പോൾ ഒരു പുരുഷൻ്റെ ഡ്യൂട്ടിയാണ് അവൻ്റെ സ്ത്രീ എല്ലാ വിധത്തിലും 100% എല്ലാ വിധത്തിലും ആ ഈശ്വരനെ നമ്മൾ തൃപ്തിപ്പെടുത്തി എന്നുള്ളത്. സ്ത്രീയെ വിടൂ, നിങ്ങളുടെ അടിമയായ ഭാര്യ എന്നൊന്നും ചിന്തിക്കാതെ അതൊക്കെ വിടൂ. അതിന് പകരം നിങ്ങൾ അടുത്ത ആ ഈശ്വരനെ നിങ്ങൾ പൂർണ്ണമായും പൂജിച്ചു കഴിഞ്ഞു, പൂർണ്ണമായും നിങ്ങൾ അവിടെ ധർമ്മം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളുടെ ഫോക്കസ് മുഴുവനും, ഞാൻ ഇന്നിപ്പം നിങ്ങൾക്ക് അടുത്ത ഒരു 7 ദിവസത്തേക്കുള്ള ഒരു ഡ്യൂട്ടി പോലെ ഞാൻ പറയുകയാണ്, നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസിനിടയ്ക്ക്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതിന് പുറകെ കുറച്ചുകൂടെ വായിക്കുകയും വീഡിയോ ഒക്കെ കാണുകയും ചെയ്യണം. സെക്സ് നമ്മളൊരു ബോഡിയിൽ മാത്രമാകുമ്പോൾ, അതിൽ നിന്നുണ്ടാകുന്ന ആ നിമിഷത്തിനോട്ട സുഖത്തിന് വേണ്ടി മാത്രമാകുമ്പോൾ സെക്സിന് നമുക്ക് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളിന് ബാധകമാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മാമ്പഴം ഇപ്പം കഴിച്ചു, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത് നമ്മൾ വീണ്ടും ഒരു മാമ്പഴം കഴിച്ചു, മൂന്നാമത് വീണ്ടും ഒരു മാമ്പഴം കഴിച്ചു, 4ാമത് കഴിച്ചു, 5ാമത് കഴിച്ചു. പിന്നെ കഴിക്കുന്ന ആദ്യത്തെ മാമ്പഴം ഭയങ്കര അതീവ ടേസ്റ്റായിരുന്നു, സെയിം സാധനം തന്നെ വീണ്ടും കഴിക്കുന്നത്. പക്ഷെ പിന്നീട് കഴിക്കുമ്പോഴത്തേക്ക് അതിന് രുചിയില്ലാതെ രുചി കുറഞ്ഞു വന്ന് അവസാനം നമുക്ക് ഈ മാങ്ങ കണ്ടാൽ ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ പല ആൾക്കാർക്കും സെക്സിനോട് അകൽച്ച വരുന്നതിൻ്റെ കാര്യം അത് ശരീരത്തിന് മാത്രം ബന്ധപ്പെട്ടൊരു സാധനമായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഡോക്ടർമാരും പലരും പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറയുന്നുള്ളൂ, അതിനകത്തൊരു സ്പിരിച്വാലിറ്റി ഇല്ല. ശരീരത്തിന് മാത്രം ബന്ധപ്പെട്ട ബാധകമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സെക്സിനോട് നമുക്ക് മടുപ്പ് വരുന്നത്. ഇല്ലെങ്കിൽ 10-20 വർഷമൊക്കെ ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ പുരുഷനുമായിട്ട് സെക്സ് ആയി കഴിയുമ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഇതൊരു നിർവചനം, എന്താ വെച്ചാൽ ഇതിനൊരു റിച്വലായി മാറുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മൾ അതിനെ ഈശ്വരന് കൊടുക്കുന്ന, അയാളിലെ ഈശ്വരന് കൊടുക്കുന്ന, ഇല്ല അവളിലെ ഈശ്വരന് കൊടുക്കുന്ന പൂജയാണ്
ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, ഇതെൻ്റെ ധർമ്മമാണ്, അത് ഞാൻ പൂർണ്ണമായിട്ടും കൊടുത്തോ, കംപ്ലീറ്റും കൊടുത്തോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ആ ഒരു രീതി ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഫിസിക്കൽ സെക്സ്, ഫിസിക്കൽ മാത്രമായ സെക്സ് ആണെങ്കിൽ അത് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നതിനകത്തായി പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടുക്കും. അതേസമയത്ത് സ്നേഹത്തിൽ ചാലിച്ചതാണെങ്കിൽ, അവർ തമ്മിൽ സ്നേഹം, കാര്യമായ സ്നേഹവും സെക്സും കൂടെ ഒന്നിച്ച് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മടുക്കത്തില്ല. അതിപ്പോൾ 60, 70, 80 വയസ്സായാലും മടുക്കത്തില്ല. ഓക്കെ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും, ഈവൻ ഒരു കിസിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് അവർക്ക് ആ ഒരു തൃപ്തി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ സെക്സിനെ സ്നേഹത്തിൽ ചാലിക്കുക, സ്നേഹവുമായിട്ട് ലവുമായിട്ട് ചേർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക്. അതും രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ധർമ്മം. ആ ധർമ്മത്തിനകത്ത് നിങ്ങളാണ് ഇണയെങ്കിൽ പിന്നെ അതിനകത്ത് ലിമിറ്റേഷൻ ഒന്നും വെച്ചിട്ട് കാര്യമില്ല. എവറിഥിങ് ഫെയർ ഇൻ വാർ ആൻഡ് സെക്സ് എന്നാ പറയാം. സ്നേഹത്തിലും വാറിലും എന്തും ആകാം. അപ്പോൾ അവിടെ നമ്മളുടെ പ്രധാന ഡ്യൂട്ടി മറ്റേ ഈശ്വരനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. എത്രമാത്രം നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റും, ടു വാട്ട് എക്സ്റ്റെൻറ്റ്. അപ്പോൾ എത്രമാത്രം അയാൾ സ്വീകരിക്കാനായിട്ട് പറ്റും, അത്രമാത്രം നമ്മൾ സന്തോഷപ്പെടുത്തുന്ന ആ രംഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റണം. അപ്പോൾ അവിടെ ശാരീരികമായിട്ടുള്ള അനുഭവമാവാം. ശാരീരമായിട്ട് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു സമയം ഇങ്ങനെ പോയിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് എന്തോ എമർജൻസി അത്യാവശ്യത്തിന് പോയിട്ട് പോകുന്ന പോലെ അല്ല. അത് ഇപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് നമ്മൾ കോഴിക്കോട് പോകാനായിട്ട് ട്രെയിനിന് ടിക്കറ്റ് എടുത്തു. ആലുവയിൽ ചെല്ലുമ്പോൾ ഇറങ്ങിപ്പോകുന്ന സ്വഭാവമായിട്ട് കാര്യമില്ല. നമ്മൾ ആ യാത്ര പൂർണ്ണമാക്കണം. അപ്പോൾ ആ യാത്ര പൂർണ്ണമാക്കണമെന്നുണ്ടെങ്കിൽ അതിനായി ഈ പറഞ്ഞ പോലെ വളരെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി, നേരത്തെ എക്സ്പെക്റ്റ് ചെയ്ത്, ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് എൻജോയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് തയ്യാറാകണമെന്നുണ്ട്. ശരീരത്തിൻ്റെ ശുദ്ധി വരുത്തണം. അപ്പോൾ ഈ സ്കിന്നൊക്കെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റർ ആയിരിക്കും. അപ്പോൾ മറ്റ് ഇണയ്ക്കാണെങ്കിൽ അത് വളരെ കൂടുതൽ സോഫ്റ്റർ ആയിട്ടും, അതേപോലെ തന്നെ അവർക്ക് കൂടുതൽ ഈ പൂജ നടത്തണമെന്നുണ്ടെങ്കിൽ ക്ലെൻനെസ്, അതുപോലെ തന്നെ മൗത്ത് വാഷ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലെൻനെസ്സിൻ്റെ, മൗത്ത് വാഷിൻ്റെ ഒക്കെ ഭാഗം എന്ന് പറഞ്ഞാൽ പൂജ നടത്തണമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം. ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് എന്താണ് ആരോമ തെറാപ്പി കിട്ടും. നിങ്ങൾക്ക് അത് ആരോമ തെറാപ്പി ആയിട്ട് വലിയ പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാം. ആ സ്മെല്ലുകൾ നമുക്ക് വരുമ്പോൾ നമ്മളുടെ ബ്രെയിനകത്ത് നിന്നുള്ള സെക്സ് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഹോർമോൺസും മറ്റുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്ക് വളരെ സ്റ്റിമുലേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് അപ്പോൾ ആരോമയൊക്കെ ഉപയോഗിച്ച് ഇനി എത്രമാത്രം സ്ട്രെസ്ഡ് ആയിട്ടാണ് ആ പുരുഷൻ വരുന്നതെങ്കിലും ഇല്ല സ്ത്രീ വരുന്നതെങ്കിലും ഈ ഒരു ഇത് പറഞ്ഞ ഈ 10 മിനിറ്റ് ഉപയോഗിക്കുന്നതിന് പകരം അതൊക്കെ ഒരു മണിക്കൂറൊക്കെ ഉപയോഗിച്ച് ഫോണുകളൊക്കെ സൈലൻറ്റിലാക്കി അവരുടേതായ രീതിയിൽ അവർ ഉപയോഗിച്ച് എത്ര ഫ്രീക്വൻസിയിൽ വേണമെന്നൊക്കെ അവരവർക്ക്. അപ്പോൾ ഈ സെക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തെ റീകൺസ്ട്രക്ട് ചെയ്യണം. ഈ പർപ്പസ്, നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം വരണമെങ്കിൽ അത് സെക്സുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാകേണ്ടത്, അടുത്ത ആഴ്ചയൊക്കെ വരുമ്പോഴത്തേക്കും തയ്യാറാകേണ്ടത്, സെക്സ് ഒരു സ്വർഗീയ അനുഭവമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് നിങ്ങളുടെ പാർട്ട്ണറെ ഒരു ഈശ്വരൻ്റെ ഭാഗമായിട്ട് എല്ലാ വിധത്തിലും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റണം. അപ്പോൾ ഈ പല ഭാര്യമാരും എനിക്ക് കിട്ടുന്നില്ല, എന്നെ നോക്കുന്നില്ല, എന്നോട് കാണിച്ചില്ല, എൻ്റെ അടുത്തുനിന്ന് തിരിഞ്ഞങ്ങോട്ട് കിടന്നു, എന്നോട് പിന്നെ താല്പര്യമൊന്നും കാണിച്ചില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ത് കൊടുത്തു, പുരുഷനും അതാ ചിന്തിക്കേണ്ടത്, ഞാൻ എന്ത് കൊടുത്തു, ഇനി എനിക്ക് ഇതിലും കൂടുതൽ എല്ലാം കൊടുക്കാൻ പറ്റുമായിരുന്നോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൂടിച്ചേരലുകളും ഒരു വലിയ കണ്ടെത്തലുകളിലേക്ക് പോകാനായിട്ട് പറ്റണം. അവിടെ മ്യൂച്വൽ ട്രസ്റ്റ്, തുറന്നു പറയുക, ഇല്ലെങ്കിൽ എന്താണ് മാക്സിമം എൻ്റർടൈൻ ചെയ്യുക, പിന്നെ അനുമോദനം. ഇന്നത്തെ ദിവസം ഏത് ദിവസത്തെ കഴിഞ്ഞ് വളരെ നന്നായിരുന്നു, ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെക്സ്,
ഇതൊക്കെ നമുക്കത് പറയാനായിട്ട് ഈ പലപ്പോഴും എന്താണ് പുരുഷന്മാർക്ക് വന്നു ചേരുന്ന ഒരു ഇപ്പോൾ വന്ന് എനിക്ക് തോന്നുന്നത് നേരത്തെയൊക്കെ 20% ഉണ്ടായത് ഇപ്പം 40-50% വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഇമ്പോർട്ടൻസ് എന്നൊക്കെ വന്നു ചേരുന്ന സംഭവം. അതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണയുടെ പൂർണ്ണമായിട്ടുള്ള കോപ്പറേഷൻ കുറവ് കൊണ്ടും അഡ്വേഴ്സ് ആയിട്ട് കമൻറ്റ് പറയുന്നത് കൊണ്ടും ഒക്കെ വരുന്നതാണ്. അതിന് പകരം എല്ലാവർക്കും ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ വരും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം തന്നെ വളരെ ഇതാണ്. പുരുഷൻ എപ്പോഴും സെക്സ് വരുന്നത് അവന് വിഷ്വൽ കോർട്ടെക്സിൽ ഒരു പിക്ചർ കിട്ടണം. അപ്പോൾ അവനെ പിക്ചർ കിട്ടുന്നില്ല, ചിലപ്പോൾ അവന് എയ്ഡായിട്ടായിരിക്കും ചിലപ്പം അശ്ലീല സൈറ്റുകൾ കാണുന്നത്. നത്തിങ് റോങ് ഇൻ ഡൂയിങ് ദാറ്റ്. അതുകൊണ്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവന് വിഷ്വലി ആ സംഭവത്തിലൂടെ ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അവൻ അതായിരിക്കത്തില്ല, അവൻ്റെ ഭാര്യ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ വരുന്നതിലായിരിക്കും, ഏത് ഡ്രസ്സിൽ വരുന്നു എന്നുള്ളതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഭാര്യ വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ അവന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു സംഭവമായിരിക്കും അവൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ബോഡിയെ പൂർണ്ണമായിട്ടും ക്ലീനായിട്ടും ഫ്രഷായിട്ടും അറപ്പോ വെറുപ്പോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമീപിക്കാൻ പറ്റണം. സമീപിക്കാൻ പറ്റുക എന്നുള്ളതല്ല, ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ ഇതും പിന്നെ അവിടെ നമ്മുടെ ഒരുപാട് ഇമാജിനേഷൻസും ഒക്കെ ഉപയോഗിച്ച് പോകണം. അപ്പോൾ ഈ ബോഡി ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് അവരുടെ ഉള്ളിൽ അവരുടെ ഇമേജ് ഇടിഞ്ഞു തുടങ്ങുമ്പോൾ പുരുഷൻ ഇത് പൂർണ്ണമായിട്ട് സ്വീകരിക്കത്തില്ല എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി കാഴ്ചയിലല്ല സെക്സ് ഇരിക്കുന്നത്, അവരെത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെരുമാറുന്നു എന്നുള്ളതാണ്. ആ പുരുഷനെ എത്രമാത്രം ലാളിക്കാനായിട്ട്, എത്രമാത്രം അംഗീകരിക്കാനായിട്ട്, സ്വീകരിക്കാനായിട്ട് ഭാര്യയ്ക്ക് കഴിയുന്നു, അതെല്ലാം അവനിൽ അംഗീകാരം കിട്ടും. അതിനുശേഷം അതിന് പകരം ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു കമൻറ്റ് മതി, അവൻ്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോകും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വരുന്ന ഇതിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, എനിക്കിപ്പം എൻ്റെ ഒരു കുറച്ച് ടോക്ക് കേട്ടിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ തന്നെ വിചാരിക്കുക, സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതുകൊണ്ടുള്ള ബേസിക് പ്രിൻസിപ്പിള്. അവിടെ റിലിജിയൻ പറഞ്ഞിരിക്കുന്നത് ഒക്കെ വളരെ പരിമിതമാണ്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിരിക്കുന്ന സ്ട്രേ ഇൻസിഡൻസ് ആണ്. റിയലി ഇപ്പോഴത്തെ മെഡിക്കൽ വേൾഡ് പറയുന്നതാണ് സെക്സിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല. അതായത് നമുക്ക് ആരോഗ്യകരമായ ജീവിതത്തിന്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാതെ ആരോഗ്യകരമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീരിയോഡിക്കലായിട്ടുള്ള സെക്സ്, പരസ്പരം എൻജോയ്മെൻറ്റ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സർവീസ് ചെയ്ത് കൊടുക്കുക, മറ്റേ നമ്മുടെ പങ്കാളിയെ അങ്ങേയറ്റം തൃപ്തിപ്പെടുത്തുക, അവരെ എൻജോയ്മെൻറ്റിൻ്റെ പാരമ്യതയിൽ എത്തിക്കുക എന്നൊക്കെ പറയുന്നതാണ്. അതൊരു സ്പിരിച്വാലിറ്റിയാണ്. മീൻസ് നിങ്ങളുടെ ഇണയെ എത്രമാത്രം നിങ്ങളെ കൊണ്ട് പറ്റുമോ, നിങ്ങളെ 100% 100% നിങ്ങൾക്ക് അതിനോട് നീതി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നീതി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ള ഈശ്വരനോടുള്ള പൂജയായിട്ട് എടുക്കണം. ഐ റിപ്പീറ്റ്, നിങ്ങൾ ആ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ അതൊരു വലിയ പൂജയായിട്ട്, അതിന് തടസ്സം വരാൻ പാടില്ല. പൂജയുടെ ഇടയ്ക്ക് മുടങ്ങാനോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ മാറാനൊന്നും പാടില്ല. അത് പൂജയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അപ്പം ഈശ്വര പൂജയാണ്. അപ്പം അവിടെ വലിയ ഈശ്വര പൂജ ചെയ്യുന്ന ഫീലിങ്ങോട് കൂടി വേണം. ഞാൻ പറയുന്നതിന് ഈ റിലീജിയനൊക്കെ നല്ലപോലെ എടുത്ത് പഠിച്ചിട്ടാണ് പറയുന്നത്. ഈശ്വര പൂജ ചെയ്യുന്ന ആ ഫീലിങ്ങോട് കൂടി വേണം ഭാര്യ ഭർത്താവിനെ ഇല്ല ഇണയെ സമീപിക്കാനായിട്ട്. അപ്പോൾ ഭാര്യയ്ക്ക് നമ്മൾ എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ, എത്രമാത്രം കൊടുക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പറ്റുമോ, അവിടെ അവരുടെ ശരീരത്തിൻ്റെ ഷെയ്പ്പോ ഒന്നുമല്ല, മാക്സിമം ശുദ്ധിയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരീരത്തിൻ്റെ ഷെയ്പ്പോ മറ്റൊന്നുമല്ല. അവിടെ നമ്മൾ ഈ പറഞ്ഞ പുതിയ ആവേശങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം കൊണ്ടുവരാൻ പറ്റുമോ. പിന്നെ വേറൊരു കാര്യം പറയാവുന്നത്, നിങ്ങൾക്ക് ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രത്യേകത, നിയമം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. സെക്സിന് ഉപയോഗിക്കാവുന്ന എയ്ഡുകളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ US പോകുമ്പം പിന്നെ ഞാൻ അവിടെ ചെന്ന് ചേർന്നത് രാത്രി ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ നഗരം ഇത് എന്താണ് തുടങ്ങി വരുന്നേ ഉള്ളൂ. കാരണം വെളുപ്പിനെ 4 മണി വരെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലമാണ്.
അപ്പൊ ഞാനിങ്ങനെ അപ്പോഴത്തേക്ക് കുറച്ച് നടന്ന് തിരിച്ചു വരാന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു സെക്സ് ഷോപ്പ് എന്നും പറഞ്ഞ് കണ്ടു. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു കൗതുകത്തോടു കൂടി ഈ വലിയ ഷോപ്പാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന്റെ വലിപ്പമുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഒന്ന് കയറി. പിന്നെ ഇപ്പം ആ സമയത്ത് ഞാൻ നടക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഏതാണ്ട് 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് കയറി. അതും ആ കടയിൽ 4 മണി വരെ കാണും. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന് മുഴുവൻ സെക്സിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതിനകത്ത്. എനിക്ക് ഭയങ്കര കൗതുകമായിട്ട്, ഞാൻ യൂറോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര എലാബറേറ്റ് ആയിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ആ ഒരു സമയം പലപ്പോഴും എൻ്റെ കൂടെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഏതായാലും സ്വതന്ത്രമായിട്ട് കയറി വളരെ വിശദമായിട്ട്. അപ്പോൾ ഒരു ലേഡിയാണ് വന്ന് എൻ്റെ അടുത്ത് വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി എന്നുള്ളതാണ്. അതായത് പിന്നെ എന്താണ്, ഒരാളെ എത്രമാത്രം സംതൃപ്തിയിലേക്ക്, സുഖത്തിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് എയ്ഡുകളുണ്ട്. എയ്ഡ് മീൻസ് ഒരുപാട് ഇൻസ്ട്രുമെൻസും സപ്പോർട്ടീവ് സിസ്റ്റംസും ഉണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് നമുക്ക് ആമസോണിൽ നിന്ന് പോലും വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സെക്സിനിടയ്ക്ക് വേദന എടുക്കുക എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ക്ലാസ്സിലൊക്കെ പലപ്പോഴും വന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. സെക്സിനിടയ്ക്ക് കൂടുതൽ വേദന എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ലോകം മുഴുവനും ഉപയോഗിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം തൊട്ട് കഴിഞ്ഞ് അരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഭയങ്കരമായ ഇഴുക്കലുള്ള ലൂബ്രിക്കൻ്റ് കിട്ടും. അത് വളരെ സ്പ്രേ ആയിട്ടും മറ്റുമൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ അത് വിൽക്കത്തില്ല. ഇന്ത്യയിൽ അത് വിൽക്കാൻ പാടില്ല, ആ പേരിലും വിൽക്കാൻ പറ്റത്തില്ല. വിൽക്കാൻ പറ്റത്തില്ല എന്ന് ഒരിക്കലും ഇതും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ ആ പ്രൊഡക്റ്റിന് അപ്രൂവൽ കൊടുക്കത്തില്ല. പക്ഷെ അവിടെയൊക്കെ ഉള്ളതിനകത്ത് ബേസിക് ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന്, പ്രത്യേകിച്ച് ഇന്റേണൽ സ്കിന്നിനോട് ചേരുമ്പം അല്പം ഡ്രൈനെസ് ഉണ്ടെങ്കിൽ രണ്ടു പേർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്കത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിന് നല്ല ഇഴുക്കലുണ്ടാകുന്ന, പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ളവർ വല്ല എണ്ണയൊക്കെ ഉപയോഗിക്കും. പക്ഷെ അതല്ല, അല്ലാതെ പിന്നെ വലിയ രീതിയിൽ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്തിറക്കുന്ന ഒരുപാട് എയ്ഡുകളുണ്ട്. ഇതുപോലെ ഒരുപാട് വളരെ വിചിത്രമായി എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് നേരിട്ട് കാണണം. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഏതായാലും അടുത്ത ജൂലൈയിൽ നമ്മൾ പിന്നെ എന്താണ് US പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നിങ്ങൾ കാണുക, അതുകൊണ്ട് നിങ്ങൾ തന്നെ കയറി നിങ്ങൾ തന്നെ കാണും എന്തൊക്കെയാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ള സംഭവം. എനിക്ക് തോന്നുന്നു ഞാനൊരു 2 മണിക്കൂറോളം അവിടെ നിന്നിങ്ങനെ പല സാധനങ്ങളും ഇവർ കാണിച്ച് ഞാൻ അവർക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുകയും ചെയ്തു. എന്തെല്ലാം വിചിത്രമായ ഭയങ്കര ഹൈ ക്വാളിറ്റിയിലൊക്കെയുള്ള സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനൊന്നും, ഇന്ത്യയിലുള്ളവർക്ക് അതിനൊന്നും അവകാശമില്ല. അതെല്ലാം എവിടെ നിന്ന് വന്നതാണ്? നമ്മുടെ തെറ്റായ കോൺസെപ്റ്റിൻ്റെ, ഭരണകൂടത്തിൻ്റെയും ലോ മേക്കേഴ്സിൻ്റെ ഒക്കെ തെറ്റായ കോൺസെപ്റ്റ് 16-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കൂടെ വന്നൊരു സാധനമാണ്. ആ സാധനത്തിൻ്റെ പേരിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ജപ്പാനിലാണെങ്കിലും ഭയങ്കരമായിട്ട് ഇതിൻ്റെ തന്നെ ഷോപ്പുകൾ, വലിയ വലിയ 6-7 നിലകളുള്ള ഇത് മാത്രമുള്ള ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ അതൊന്നും പാടില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. ഞാൻ പറയുന്നത് അതല്ല, നമ്മളുടെ ഇടയ്ക്ക് ഏറ്റവും വലിയ പരമാനന്ദം, അവരുടെ ഉള്ളിലുള്ള ഈശ്വരന് നിങ്ങൾ ഏറ്റവും വലിയ പൂജ ആ പെൺകുട്ടിക്കല്ല കൊടുക്കേണ്ടത്, അല്ല പുരുഷനല്ല കൊടുക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള ഈശ്വരന് നിങ്ങൾ കൊടുക്കുന്ന ഒരു പൂജയായിട്ട് തന്നെ. അപ്പോൾ അവിടെ ഒരു സ്പിരിച്വാലിറ്റി. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ നിർവചനം എന്താണ്? പള്ളിയിൽ പോകുന്നത്, അമ്പലത്തിൽ പോകുന്നതൊക്കെ റിലീജിയസ് ആക്ടിവിറ്റിയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന, നന്മയുണ്ടാകുന്ന, അവരുടെ ജീവിതം കുറച്ചുകൂടെ സുഖകരമാകുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ല. ഞാൻ ഒഴിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം സുഖങ്ങളും സന്തോഷങ്ങളും ഹാപ്പിനെസ്സും കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സ്പിരിച്വാലിറ്റിയിൽ പെടും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? സെക്സിനകത്ത് നിങ്ങളൊരു ടേക്കർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് സ്പിരിച്വൽ. ബട്ട് ഇഫ് യു ആർ എ ഗീവർ, ഓക്കെ, അപ്രോപ്രിയേറ്റ് പേഴ്സണ് നിങ്ങൾ വളരെ മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ യു ആർ എ ഗീവർ. ഓക്കെ, അവിടെ നമുക്ക് കിട്ടണം എന്നുള്ള സ്വാർത്ഥത എടുക്കുകയാണെങ്കിൽ അത് ബോഡിലി ആയി പോകുന്നു. പക്ഷേ യുവർ ഫോക്കസ് ഇസ് ഓൺ ഗിവിങ്. ഇതാണ് ഞാൻ പറഞ്ഞ സെക്സിനകത്തോടുള്ള സ്പിരിച്വാലിറ്റി. ഇന്നിപ്പം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് അടുത്ത സൺഡേ, അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ വരാതെ കുറച്ചുകൂടെ അല്പം കൂടെ നേരത്തെ ആകാം. തന്നെയുമല്ല, ഇപ്പം ഇന്ന് കേട്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് പറയാൻ പറ്റിയ സുഹൃത്തുക്കളോടൊക്കെ പറയാം.
ഇതിനകത്ത് 1000 പേർക്ക് കയറാനുള്ള സൗകര്യമുണ്ട്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂം എടുത്തിട്ടേക്കാണ്. എത്രയാണ് 370 പേരെ ആ സിറ്റീസ് ഇപ്പം ഇതിനകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒത്തിരി പേരോട് സംസാരിക്കാൻ പറ്റുകയും നമ്മളുടെ സ്വരം കൊണ്ടും സൗണ്ട് കൊണ്ടും ഒക്കെ അവരുടെ ജീവിതം ബെറ്റർ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇനി എനിക്ക് അടുത്ത് അപ്പൊ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ബിസിനസിന്റെ മേഖലയിലും മറ്റും എല്ലാം ഗ്ലോബലി പ്രവർത്തിക്കാൻ പോവുകയാണ്, തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഏതായാലും ഫെബ്രുവരിയോട് കൂടി നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറോണയൊക്കെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഇല്ലാതായി പൊക്കോളും. അപ്പൊ അങ്ങനെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ ഈ ലാംഗ്വേജ് ഏത് MA പഠിച്ചാലും കാര്യമൊന്നുമില്ല, പറഞ്ഞ് 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 മാത്രമേ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ശരീരത്തിന്റെ എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് നാളെ 7 മണിക്ക് കയറാം. ഈ സെക്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ലോകത്തെ ഏത് രാജ്യത്ത് പോയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതേ പാസ് വെച്ചിട്ട് കയറി കഴിഞ്ഞാൽ, നാളെ കയറി കഴിഞ്ഞാൽ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിലേക്ക് വിടും. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വിടുമ്പം നിങ്ങൾക്ക് അവിടെ അവരോട് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഇനി ഇതിങ്ങനെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക. കാരണം ഗ്ലോബലി ഉള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ വെച്ചിട്ടേ പറ്റുള്ളൂ. ഞാൻ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നാളെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് പഠിക്കാനുള്ള ലിസ്റ്റൊക്കെ തരാം. അപ്പോൾ അത് പഠിക്കുകയും ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ പ്രാക്ടിക്കൽ നടത്തുകയും ചെയ്യുമ്പോഴത്തേക്കും കാര്യമായ മാറ്റം വരും. അതല്ല നിങ്ങൾക്ക് തോന്നുവാണ് ഭയങ്കര തറവായിട്ട് പഠിക്കണം, ടെക്നോളജിയുടെ ഒക്കെ കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ലൈഫിൽ ആരെ വിളിച്ചാലും കുഴപ്പമില്ല, ആരെ വിളിച്ചാലും കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് കുറച്ചു മുമ്പ് എൻ്റെ ക്ലാസ്സിൽ കയറിയ ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ഭയങ്കരമായ സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുകയായിരുന്നു ഇപ്പം ഈ കൊറോണ കാലഘട്ടത്തിൽ. പക്ഷേ റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം താഴേക്ക് പോയോ അതിൽ നിന്ന് പന്ത് എറിഞ്ഞിട്ട് അത് വീണ്ടും പൊങ്ങുന്നത് പോലെ ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഇക്കോണമി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ഇതിൻ്റെ മുഴുവനും മാനുഫാക്ചറിങ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാലഘട്ടം, ഇപ്പോൾ ഉള്ളതിൽ നിന്ന് 100 ഇരട്ടി വേണമെങ്കിലും സമ്പത്ത് ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഒരു സംഭവം, റിയൽ എസ്റ്റേറ്റിന് വളരെ വില കുറഞ്ഞിരിക്കുകയും 3 മാസം കഴിഞ്ഞാൽ വില കൂടുന്നതുമായൊരു സാഹചര്യം ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ 20, 21, 22 റിയൽ എസ്റ്റേറ്റ് സെയിൽസ് മാസ്റ്ററി. അപ്പോൾ അത് വാങ്ങാനും കൊടുക്കാനും അതിന് നിങ്ങളുടെ പൈസ ആവശ്യമില്ല. എവിടെയെങ്കിലും കിടക്കുന്ന സ്ഥലം അവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് അവരുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങും MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെടുത്ത് വിൽക്കാം. വല്ലവരുടെ സ്ഥലം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് വിൽക്കാം. സോ നമുക്ക് പൈസയുടെ ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് കാശുണ്ടാകാം. എന്നെക്കൊണ്ട് പറ്റിയ രീതി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ 20, 21, 22 ഈ 3 ദിവസമാണ് ക്ലാസ്. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക, അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്കെടുക്കാം. അതുകൂടാതെ മറ്റ് ആൾക്കാർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഡിസംബർ 5, 6 തീയതികളിൽ നമ്മുടെ മൈൻഡ് മാസ്റ്ററി ഒരുപാട് നാൾ കൂടിയാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ 2 ക്ലാസ്സിലും NLPയുടെ ആണെങ്കിൽ അതിനകത്ത് കോണ്ടാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ബീനയാണ്. ബീനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അതും റിയൽ എസ്റ്റേറ്റ് സെയിൽസ് മാസ്റ്ററി. റിയൽ എസ്റ്റേറ്റ് സെയിൽസ് മാസ്റ്ററിക്ക് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അതുകൂടാതെ കോർഡിനേഷൻ ഇൻചാർജ് ബീനെ ആയിരിക്കും, ബീനെ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് മാസ്റ്ററിയുടെ പ്രോഗ്രാം ഒരുപാട് കാലം കൂടിയാണ് മൈൻഡ് മാസ്റ്ററി ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് പിന്നെ നീതുരാജാണ് അതിൻ്റെ ചാർജ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ മൊബൈൽ ഈ ചാറ്റിലിട്ടേക്കും. ഒക്കെ അത്യാവശ്യം കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർഡിനേഷനാണ് അവർ പുറകിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ ഫെസിലിറ്റിയും പഴയതുപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത സൺഡേ നമുക്ക് വീണ്ടും ഈ അടുത്ത സൺഡേ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽസ് മാസ്റ്ററി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം വരണ്ട. നിങ്ങൾക്ക് അതുമായിട്ടാണ് ചോദിച്ച് അറിയാനായിട്ടുള്ള സൗകര്യമുണ്ട്. വളരെ നന്നായിരിക്കും. നിങ്ങൾക്കൊരു 8-10 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു ഹെൽപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്ഥലമല്ല, ആരുടെയും സ്ഥലം നമുക്കെടുത്ത് വിൽക്കാനായിട്ട് പറ്റും. അതാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ബിൽഡറുടെ സ്ഥലമാണേലോ അല്ലെങ്കിൽ ബിൽഡറുടെ ഫ്ലാറ്റുകളാണേലോ എന്തായാലും ന്യായമായ വിലയ്ക്ക് നമുക്കത് വാങ്ങിച്ച്
നമുക്ക് വരുമാനത്തോടു കൂടി വിൽക്കാനായിട്ട് ഉള്ള കാര്യമെല്ലാം ഇതിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത സൺഡേ വീണ്ടും നമുക്ക് കാണാം. അപ്പം നാളെ മുതൽ നിങ്ങൾ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ആദ്യം ഒരാഴ്ചത്തേക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം. പക്ഷെ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യാൻ വരുന്നവരാണല്ലോ, എല്ലാവർക്കും ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വരുന്നവരാണ്. അതുകൊണ്ട് ആരും നമ്മളെ കുറ്റമൊന്നും പറയത്തില്ല, ആരും മോശമായി പോയെന്നും പറയത്തില്ല. നിങ്ങൾ സംസാരിക്കുക. അപ്പം ഒരു 4-5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിലായിരിക്കും സംസാരിക്കേണ്ടത്. എല്ലാ ദിവസവും അത് തന്നെയായിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.